ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ ഹോളിസ്റ്റിക് ഹെൽത്തില് ഒരുപക്ഷെ ഏറ്റവും ഗുണപ്രദമായി എന്ന് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള, പക്ഷെ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒരു ആഹാരത്തെ കുറിച്ചാണ്, ആഹാര രീതിയെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആഹാര പദാർത്ഥത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മറ്റൊന്നുമല്ല, മില്ലറ്റ്. കഴിഞ്ഞ വർഷം മില്ലറ്റ് ഇയർ ആയിട്ട് പ്രഖ്യാപിച്ചു. മില്ലറ്റ് തീർച്ചയായിട്ടും ഒത്തിരിയും സ്ഥലങ്ങളിൽ വളരെ വില കൂടിയ രീതിയിൽ വിൽക്കപ്പെടുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ അത് ആൾക്കാർ എത്രമാത്രം ഉപയോഗിക്കുന്നുണ്ട്, എന്തായാലും ഷുഗർ എന്നുള്ളൊരു പദത്തിൽ പേടി കൂടിയവരൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് വിചാരിക്കും. എനിവേ, മില്ലറ്റിനെ കുറിച്ച് കൂടുതൽ നമുക്കിന്ന് സനിൽസാറിലൂടെ കേൾക്കാം. നിങ്ങളെല്ലാവരുടെയും പേരിൽ സനിൽസാറിനെ ഞാൻ പേരിലേക്ക് ക്ഷണിക്കുകയാണ്. സനിൽസാർ, യുവർ വെൽക്കം. സൗണ്ട് ഇല്ല. ഗുഡ് ഈവനിങ് ഓൾ. താങ്ക് യു സർ. ഇന്നത്തെ സെഷൻ ആക്ച്വലി നമ്മുടെ ഒരുപാട് ആൾക്കാരുടെ ഒരു കൺഫ്യൂഷൻ ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒപ്പം തന്നെ നമ്മളും ആ ഒരു പ്രാക്ടീസ്, മില്ലറ്റ്സ് എന്ന് പറയുന്ന ചെറുധാന്യങ്ങളുടെ ഒരു പ്രാക്ടീസ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് പറയാൻ കുറച്ചുകൂടി എളുപ്പമാണെന്നും തോന്നി. പക്ഷേ അതിന്റെ സയൻസും അതിന്റെ കുറെ ഡെപ്തിലേക്കും പോകുമ്പോൾ ഇത് ഇവിടെ ഒന്നും പിടിച്ചാൽ കിട്ടില്ല, വളരെ വലിയതാണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള, എന്നാൽ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ഞാനൊന്ന് കവർ ചെയ്യാം. ഓക്കെ, ഓക്കെ, സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലെ? കാണാം. ഓക്കെ. സോ മില്ലറ്റ്സ് ഒരു സൂപ്പർ ഫുഡ് ആണോ എന്നാണ് ചോദ്യം. അല്ല, അത് ജസ്റ്റ് ഒരു ഡയറ്റ് ഫാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പർട്ടിക്കുലർ ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ ഇത് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഒറ്റമൂലിക്ക് പകരമുള്ളതായി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് ഫാഡ് മാത്രമാണ്. പ്രത്യേകിച്ച് ഈ ഡയറ്റ് ഫാഡ് എന്നുള്ള വാക്കൊക്കെ വന്നിരിക്കുന്നത് ഒബിസിറ്റി അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഒരു വലിയ പ്രശ്നമായി തുടങ്ങിയ സമയത്ത്, ആ സമയത്താണ്, പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ എന്ന് വേണമെങ്കിൽ കോമൺ ആയിട്ട് പറയാം, ആ സമയത്താണ് ഡയറ്റ് ഫാഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നതും, അല്ലെങ്കിൽ ഇതാണ് ഒറ്റമൂലി എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പലതും പറഞ്ഞു തുടങ്ങിയത്. ഈ ഡ്രിങ്ക് കുടിച്ചാൽ മതി, ഇതൊക്കെ പലരും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് മില്ലറ്റ്സ് അങ്ങനെ ഒരു ഡയറ്റ് ഫാഡ് ആണോ, അല്ല അതൊരു സൂപ്പർ ഫുഡ് തന്നെയാണോ എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന ടോപ്പിക് ആയിട്ട് ഞാൻ കവർ ചെയ്യുന്നത്. അതില് എന്താണ് മില്ലറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മില്ലറ്റ്സ് പൊതുവെ ഒരു സ്മോൾ സീഡഡ് ഗ്രാസ് ആണെന്ന് പറയാം. ചെറിയ ധാന്യങ്ങളുള്ള അല്ലെങ്കിൽ ചെറിയ മണികളുള്ള പുല്ലുകളാണ്. ഈ പുല്ലുകൾ പല രീതിയിലുണ്ടെന്നാണ് പറയുന്നത്. കാരണം, അതിന്റെ പ്രധാനപ്പെട്ട കാരണം പറയുന്നത് അതിനകത്തുള്ള ഈ സീഡ്സിലുള്ള ഫൈബർ കണ്ടന്റിന്റെ അളവ് നോക്കിയിട്ടാണ്. ഫൈബർ കണ്ടന്റ് സാധാരണഗതിയിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ചില മില്ലറ്റുകളുണ്ട്. അതിൽ പ്രധാനമായിട്ട് 5 പറയുന്നത്, ഞാൻ അത് വഴിയെ പറയുന്നുണ്ടാവും. ആ 8 മുതൽ 12% വരെ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള മില്ലറ്റുകളെ പോസിറ്റീവ് മില്ലറ്റ് എന്ന് പറയും. ന്യൂട്രൽ മില്ലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 to 6% അല്ലെങ്കിൽ 2 to 6% അതിനകത്ത് ഫൈബർ കണ്ടന്റെങ്കിൽ അതിനെ ന്യൂട്രൽ മില്ലറ്റ് എന്ന് പറയും. എന്നാൽ നെഗറ്റീവ് ആയിട്ടുള്ള ചില ഗ്രെയിൻസും ഉണ്ട്. മില്ലറ്റുകളിൽ അങ്ങനെ നെഗറ്റീവ് ആയിട്ട് വരുന്നില്ല, പക്ഷെ നെഗറ്റീവ് ആയിട്ടുള്ള ഗ്രെയിൻസ് പ്രധാനമായിട്ട് വീറ്റ്, ഗോതമ്പ്, അരി തുടങ്ങിയ സാധനങ്ങൾ, ബാർലി ഒക്കെ തുടങ്ങിയ സാധനങ്ങളാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വളരെ കുറവ് മാത്രമേ ഫൈബറിന്റെ അളവുള്ളൂ, കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കൂടുതലായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല തരത്തിലുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സും, പ്രധാനമായിട്ട് ഒബിസിറ്റി മുതൽ ഉള്ള കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ് ആയിക്കോട്ടെ, ഡയബറ്റീസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ടെന്നും ഉള്ളത് കൊണ്ടാണ് നെഗറ്റീവ് ആയിട്ടുള്ള ധാന്യങ്ങളും ഉണ്ടെന്ന് പറയുന്നത്. സോ മില്ലറ്റ്സിന്റെ ഒരു ഓവറോൾ ഹെൽത്ത് ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതില് ആന്റി അസിഡിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ചില ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ് കൂടുതലുള്ളത്. അതില് ഈ
വയറിനകത്തുള്ള ഡൈജസ്റ്റീവ് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ എഫക്റ്റ് കുറയ്ക്കുന്ന രീതിയിലുള്ള ആന്റി അസിഡിക് ആയിട്ടുള്ള ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് കൂടുതലാണ്. മാക്രോ ന്യൂട്രിയൻസിൽ പ്രോട്ടീൻ കൂടുതലാണ്, കാർബോഹൈഡ്രേറ്റ് ഓൾറെഡി ഉണ്ട്. അത് കൂടാതെ കാർബോഹൈഡ്രേറ്റിൽ തന്നെ റെസിസ്റ്റന്റ് സ്റ്റാർച്ച് മോഡലിലുള്ള കാർബോഹൈഡ്രേറ്റുകളും ഇതിനകത്തുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട്, ഗ്ലൈസമിക് ഇൻഡെക്സ് ലോ ആയിരിക്കും. അപ്പൊ അത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ഇൻപുട്ട് ആണ്, ഷുഗർ ഇൻപുട്ട് ആണ് നമ്മുടെ ബ്ലഡിലേക്ക് കൊടുക്കുക എന്നുള്ളത് കൊണ്ട് ശരീരത്തിന് കൂടുതൽ മെച്ചം ഉണ്ടാവും. അതാണ് മാക്രോ എന്ന് പറയുന്നത്. മൈക്രോ എന്ന് പറയാൻ കാരണം പല മിനറൽസും വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. അതിൽ തന്നെ മേജർ അളവിൽ ആവശ്യമുള്ള മൈക്രോ മിനറൽസ് ആവശ്യം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽസ്യം പോലെയുള്ളത്, എന്നാൽ വളരെ കുറച്ചു മാത്രം ആവശ്യമുള്ള സെലീനിയം, സിങ്ക് പോലെയുള്ളതും ഉണ്ട്. ഇതൊക്കെ പലതരത്തിലുള്ള മില്ലറ്റുകളിലും അവൈലബിൾ ആണ്. ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് പൊതുവെ നമ്മുടെ വയറിന് സെൻസിറ്റിവിറ്റി കൂടുതൽ കൊടുക്കുന്ന ഭക്ഷണങ്ങളിൽ പെടുന്നതാണ്. ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ചില ഭക്ഷണങ്ങൾ ഒന്ന് വീറ്റ്, ഗോതമ്പും അതുപോലെ തന്നെ ബാർലി ഒക്കെയാണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് പ്യൂർലി ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് പൊതുവെ നമ്മളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് കൂടുതൽ ബെനിഫിറ്റ് ഉള്ളതായിരിക്കും. ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതിന്റെ ഒരു സ്ലൈഡിൽ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണെന്ന്. അതുപോലെ തന്നെ ഫൈബർ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രോള് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. BP അതുപോലെ തന്നെ കൺട്രോളിലിരിക്കും. ഗ്ലൈസമിക് ഇൻഡെക്സിനെ പറ്റി ഇപ്പൊ സൂചിപ്പിച്ചു. ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ഭക്ഷണ പദാർത്ഥത്തിനകത്ത് എത്രമാത്രം ഷുഗർ മോളിക്യൂൾസിന്റെ അളവുണ്ട്, അത് ബ്ലഡിലേക്ക് എങ്ങനെ ലയിക്കുന്നു എന്നുള്ളതിന്റെ കണക്ക് നോക്കിയിട്ടാണ്. ഓക്കെ, ആന്റി ക്യാൻസറസ് പ്രോപ്പർട്ടി ഉണ്ട് എന്നൊക്കെയാണ് പൊതുവായിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയുന്നത്. ഇന്ത്യയിൽ പ്രസന്റ്ലി 9-ലധികം മില്ലറ്റ്സ് അവൈലബിൾ ആണ്. പ്രധാനപ്പെട്ട 9 ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ മലയാളം പേരും വെച്ചിട്ട് തന്നെ അടുത്ത സ്ലൈഡിൽ പറഞ്ഞുതരാം. കോഡോ മില്ലറ്റ്, ഫോക്സ്ടെയിൽ മില്ലറ്റ്, അതുപോലെ തന്നെ ബ്രൗൺ ടോപ്പ് മില്ലറ്റ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഉള്ള 9ഓളം പ്രധാനപ്പെട്ട മില്ലറ്റ്സ് അവൈലബിൾ ആണ്. മില്ലറ്റിന്റെ ഒരു പാർട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. സാധാരണ നമുക്ക് ഒരു വീറ്റ് അല്ലെങ്കിൽ ഗോതമ്പും അരിയൊക്കെ പ്രിപ്പറേഷൻ അല്ല, അതിന്റെ കൾട്ടിവേഷന് വേണ്ടിയിട്ട് 4000-5000 ലിറ്റർ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഈ മില്ലറ്റ് വെറൈറ്റീസ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് 800 മുതൽ 1000 ലിറ്റർ വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. അത് ഒന്ന്. ഇത് മാത്രമല്ല, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ വേണ്ടിയിട്ട് പല കാരണങ്ങളുണ്ട്. കാർബൺ ഫുട് പ്രിന്റ്സിനെ പറ്റിയിട്ടൊക്കെ പല സ്ഥലത്തും നിങ്ങൾ വായിച്ചിട്ടോ കേട്ടിട്ടോ ഒക്കെ ഉണ്ടാവും. ഇതിന്റെ ഇലകളില് സാധാരണഗതിയിൽ ചൂട് കൂടിയ സ്ഥലത്ത് പോലും ഇത് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വെള്ളത്തിന്റെ സാധാരണ നമ്മുടെ 2 തരത്തിലുള്ള കൃഷി രീതികളാണ്, കൃഷി ഉൽപ്പന്നങ്ങളാണ് പറയുക. അതിൽ ചീര, അരി തുടങ്ങിയവയ്ക്കൊക്കെ ഏതാണ്ട് ഗ്രൗണ്ട് ടെമ്പറേച്ചർ വരുന്ന ഒരു 6 to 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ ടെമ്പറേച്ചർ വരുന്നതെങ്കിൽ ഇതിന് അപ്രോക്സിമേറ്റ് 20 to 30 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ വളരെ കൂളായിട്ട് നല്ലപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് മില്ലറ്റ്. അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിന് എപ്പോഴും നനവ് ആവശ്യമില്ല. അത് മാത്രമല്ല, ഈ ചെടികളിലൊക്കെ നിങ്ങൾ പറയാറില്ല, പൊതുവെ ഫോട്ടോസിന്തസിസ് നടക്കും. പ്രകാശ സംശ്ലേഷണം നടക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഇലകളിലെ ചെറിയ സുഷിരങ്ങളുണ്ട്, ആ സുഷിരങ്ങൾ തുറക്കും. എന്നിട്ടാണ് ഇങ്ങനെയുള്ള പ്രകാശ സംശ്ലേഷണം പോലെയുള്ള പ്രവൃത്തികളൊക്കെ നടക്കുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യും, ഓക്സിജൻ പുറത്തുവിടും, അല്ലെ? ഇതിൽ C3 വെറൈറ്റിയിൽ വരുന്നതാണ് നമ്മുടെ സാധാരണ അരിയും ചീര അതുപോലെയുള്ള സാധനങ്ങളൊക്കെ എങ്കിൽ ഇത് C4 വെറൈറ്റി ആണ്. C4 വെറൈറ്റിയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ സുഷിരങ്ങൾ അടഞ്ഞു കിടക്കുമ്പോഴും പ്രകാശ സംശ്ലേഷണം നടക്കും, ഒന്ന്. അത് കൂടാതെ സാധാരണഗതിയിൽ ഒരു മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡിനെ മാത്രം ആഗിരണം ചെയ്യുന്ന സ്ഥലത്ത് ഇത് 2 മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഓക്സിജൻ പുറത്തുവിടാൻ കഴിവുള്ള ഒരു കാറ്റഗറി സസ്യങ്ങളാണ്
ഈ ചെറുധാന്യങ്ങളുടെ പുല്ലുകൾ. ഓക്കെ, ഇത് കൂടാതെ മറ്റ് പല മീൻസ് ഇതിന്റെ ഡീറ്റെയിലേക്ക് കുറെ പോകാനുണ്ട്. സോ എക്കോ ഫ്രണ്ട്ലി ആണ് അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ് മില്ലറ്റ്സ് എന്നുള്ളതിനെ പറ്റി ഒത്തിരി ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഏതാണ്ട് 5000-ലധികം വെറൈറ്റി ആയിട്ടുള്ള മില്ലറ്റ്സ് ഓൾ ഓവർ വേൾഡ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറഞ്ഞ് ഇപ്പം പലതും കൾട്ടിവേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു രീതിയിലേക്ക് വന്നു. ആക്ച്വൽ മില്ലറ്റ്സ് ടോട്ടൽ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ അവിടുത്തെ പ്ലാന്റ്സിന്റെ 5% മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ പോലും അത് ലോകത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റിന് വേണ്ടിയിട്ട് നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്തൊക്കെയാണ് ഈ ഇതിനകത്ത് വരുന്ന വെറൈറ്റീസ്, അതിന്റെ ന്യൂട്രീഷണൽ കണ്ടന്റ് എന്നുള്ളത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇത് ന്യൂട്രീഷണൽ സ്റ്റഡി ഹൈദരാബാദിൽ നിന്നുള്ള ഒരു ടാബ്ലർ ഷീറ്റ് ആണിത്. ഇതിന്റെ ഡെപ്തിലേക്കും പോകേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ട ചില മില്ലറ്റും അതുപോലെ തന്നെ അതിന്റെ കമ്പാരിസണും കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് പാഡി റൈസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനകത്തുള്ള പ്രോട്ടീന്റെ അളവ് 6.8ഉം കാർബോഹൈഡ്രേറ്റിന്റെ അളവ് 78ഉം ആണ്. അതേ സമയത്ത് മില്ലറ്റ് വെറൈറ്റീസിൽ 60ക്ക് മുകളിലുള്ളതിന്റെ എണ്ണം വളരെ കുറവാണ്. ഇവിടെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. എന്നാൽ അതേ സമയത്ത് അയണും കാൽസ്യവും പോലെയുള്ള മറ്റ് മിനറൽസും അതുപോലെ തന്നെ തയാമിൻ, നിയാസിൻ പോലെയുള്ള വൈറ്റമിൻ ബി കോംപ്ലക്സും ഒക്കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഈ തവിട് കളയാത്ത അരിയിലുണ്ടാവും. പക്ഷെ ഈ തവിട് കളയാത്ത അരിയിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ മില്ലറ്റ്സിലാണ് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ പലതിന്റെയും പേരുകൾ, ഇപ്പം ബ്രൗൺ ടോപ്പ് മില്ലറ്റ് എന്ന് പൊതുവെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ മലഞ്ചാമ, മലയാളം പേരും മലഞ്ചാമ എന്നുള്ളതാണ്. ഇതിന്റെ ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലാണ്. ആ ഫൈബർ, കാർബോഹൈഡ്രേറ്റ് ടു ഫൈബർ റേഷ്യോ എന്ന് പറയും, ആ റേഷ്യോ കൂടുതലാണ് പൊതുവെ ഇതിനകത്തുള്ളത്. ഭക്ഷ്യനാരുകളാണത്. ഭക്ഷ്യനാരുകൾ ഈ സോലുബിൾ ആയിട്ടുള്ളതും ഇൻസോലുബിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള നാരുകൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് മലഞ്ചാമ. അതുപോലെ തന്നെ കുതിരവാലി അല്ലെങ്കിൽ ബേൺയാർഡ് മില്ലറ്റ് എന്ന് പറയുന്നത്, വരക്, കോഡോ മില്ലറ്റ്, തിന പക്ഷികളൊക്കെയാണ് പൊതുവെ യൂസ് ചെയ്യേണ്ടതെന്ന് പറയാറുണ്ടല്ലേ, വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ തിനയൊക്കെ ഫോക്സ്ടെയിൽ മില്ലറ്റ് അത് നമ്മുടെ ആവശ്യത്തിനും യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും അതിനകത്ത് ഫൈബർ കണ്ടന്റ് 8% ഫൈബർ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നതായതുകൊണ്ടും. ഓക്കെ, ചാമ, ലിറ്റിൽ മില്ലറ്റ്, റാഗി, ഫിംഗർ മില്ലറ്റ്, അതുപോലെ തന്നെ പനിവരക്, പ്രോസോ മില്ലറ്റ്, മണിച്ചോളം, സോർഗം മില്ലറ്റ്, ഇങ്ങനെ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട പേരുകൾ. ഇതിൽ പ്രധാനപ്പെട്ട 3 അത് മേജർ മില്ലറ്റിൽ വരും. മേജർ മില്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിലുള്ള തൂളി നമുക്ക് ശരിക്കും കാണാൻ പറ്റും, കളയാൻ പറ്റും. അതിലൊന്നാണ് മണിച്ചോളം. ഈ മണിച്ചോളത്തിന്റെ, ഞാൻ ഓരോ മില്ലറ്റിനെയും കുറച്ചുകൂടി ഡെപ്തിലേക്ക് പോവാണ്. മണിച്ചോളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് അതിനകത്ത് വളരെ കൂടുതലാണ് അടങ്ങിയിട്ടുള്ളത്. എന്നാൽ അത് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് മോഡലിലുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം അത് വേവിച്ചതിന് ശേഷം തണുക്കുമ്പോൾ അതിനകത്ത് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ആണ് ഫോം ചെയ്യുന്നത്. റെസിസ്റ്റൻസ് സ്റ്റാർച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പൊക്കെ പറയാറുണ്ട്, കൊളുത്ത് അല്ലെങ്കിൽ തലേന്ന് വെച്ച കഞ്ഞി പിറ്റേന്ന് രാവിലത്തേക്ക് അത് ആ ഒരു കഞ്ഞി തന്നെ, പക്ഷെ അത് കുറച്ചുകൂടി ഇരുന്നിട്ട് പാകപ്പെട്ടിരിക്കും. ആ പാകപ്പെടുന്ന ഒരു പ്രോസസ്സിനെയാണ് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ഫോർമേഷൻ എന്ന് പറയുന്നത്. അത് ഉരുളക്കിഴങ്ങിലും ഒക്കെ ഉണ്ട്. ഇവിടെ ഈ മണിച്ചോളത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് ആ ഒരു രീതിയിലേക്ക് മാറുന്നത് കൊണ്ട് അതിന്റെ ഷുഗറിലേക്കുള്ള കൺവേർഷൻ വളരെ സ്ലോ ആയിരിക്കും. നമ്മളെ സംബന്ധിച്ച് വളരെ ഗുണമുള്ളതാണ്. കാൽസ്യം, വൈറ്റമിൻ ബി കോംപ്ലക്സ് ഇതിന്റെ നല്ലൊരു സോഴ്സ് ആണ്. കാൽസ്യം ആർക്കാ പൊതുവെ ആവശ്യം? നല്ലപോലെ എക്സസൈസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ കാൽസ്യം പൊതുവെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആൾക്കാർ, സ്ത്രീകളിലും കുട്ടികളിലും ഒക്കെ, ഗ്രോയിങ് ചിൽഡ്രൻ, അവരിൽ കൂടുതൽ കാൽസ്യം ആവശ്യമുണ്ട് എല്ലുകളുടെ ബലത്തിന് വേണ്ടിയിട്ട് അല്ലെ. അങ്ങനെയുള്ള ആവശ്യത്തിന് വളരെ യൂസ്ഫുൾ ആണ്. ഞാൻ ഈ ഓരോ പെർട്ടിക്കുലർ മില്ലറ്റിനെ പറ്റിയിട്ടും പറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ എല്ലാവർക്കും മില്ലറ്റ് കുറെ എണ്ണം ഉണ്ടെന്നും എന്നാൽ ആ മില്ലറ്റ് ഒക്കെ ആര് എപ്പോ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റി ഒരുപാടൊന്നും ഐഡിയ ഇല്ല. അപ്പൊ അങ്ങനെ ആയാൽ പോരല്ലോ, നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് മില്ലറ്റും നെഗറ്റീവ് മില്ലറ്റോ അല്ലെങ്കിൽ ന്യൂട്രൽ മില്ലറ്റോ ഒക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇതാണ് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന്. ഓക്കെ,
ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്, അതുപോലെ തന്നെ ആൻജിയോടെൻസിൻ റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഉണ്ട്. ആൻജിയോടെൻസിൻ എന്ന് പറയുന്നത് BP ഉണ്ടാവുന്ന സമയത്ത് അത് കൂടുതലായിട്ട് വർക്ക് ചെയ്യും. ആൻജിയോടെൻസിൻ അളവ് കൂടും ശരീരത്തിൽ. അതാണ് BP കൂടാനും കാരണമാവുന്നത്. ഒരു റീസൺ കേട്ടോ. അപ്പൊ അത് BP കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പൊതുവെ മണിച്ചോളം നമ്മൾ സ്പ്രൗട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന പറയും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മില്ലറ്റ്സിലും പൊതുവെ നമ്മളത് സോക്ക് ചെയ്തിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഈവൻ സ്പ്രൗട്ട് ചെയ്തിട്ട് അതിനുശേഷം നമുക്കത് പൗഡർ ചെയ്തിട്ട് യൂസ് ചെയ്യാം. എന്നാൽ മണിച്ചോളത്തിനെ പറ്റിയിട്ട് അത് സ്പ്രൗട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ അതിൽ നിന്ന് മുള വരുന്നവരെ അത് വെയിറ്റ് ചെയ്യരുത് എന്ന് പറയും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഹൈഡ്രോസൈനിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ഒരു പക്ഷേ പോയിസണസ് രീതിയിലേക്ക് കൺവേർട്ട് ആവാം. അതുപോലെ തന്നെ കാൽസ്യം കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് കിഡ്നി സ്റ്റോൺ പേഷ്യൻസിന് ഇത് ഒരുപാട് സജസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് കൺട്രോൾ ചെയ്തിട്ട് ഉപയോഗിക്കണം. ഓക്കെ. രണ്ടാമത്തത് ബാജ്ര അല്ലെങ്കിൽ പേൾ മില്ലറ്റ് എന്ന് പറയാം. കാർബോഹൈഡ്രേറ്റ് വളരെ കൂടുതലാണ്. അപ്രോക്സിമേറ്റ്ലി 10% അപ്രോക്സിമേറ്റ്ലി 70%-നടുത്ത് കാർബോഹൈഡ്രേറ്റാണ് വരുന്നത്. അതിനകത്ത് തന്നെ ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലാണ്. ഇത് കൂടാതെ ഓക്സലേറ്റ്സ് ഇതിനകത്ത് കൂടുതലുണ്ട്. പൊതുവെ എല്ലാ മില്ലറ്റ്സിലും ഫൈറ്റേറ്റ്സിന്റെ അളവാണ്. ഫൈറ്റേറ്റും ഓക്സലേറ്റും പൊതുവെ ആന്റി ന്യൂട്രിയൻസ് ആണ്. അതുകൂടി ഞാൻ പറയട്ടെ. അപ്പോ ഓക്സലേറ്റിന്റെ അളവ് കൂടുന്നത് കൊണ്ട് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ അളവ് കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള മൈക്രോ മിനറൽസും വൈറ്റമിൻസും ഒക്കെ ആയിട്ട് ഇത് ഇന്ററാക്ട് ചെയ്തിട്ട് അവിടെ നല്ലപോലെ ഡൈജഷൻ നടക്കാതിരിക്കാൻ, അല്ലെങ്കിൽ നല്ലപോലെ അബ്സോർപ്ഷൻ, ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ നടക്കാതിരിക്കാൻ ഒരു പക്ഷേ കാരണമാവും. ഓക്കെ. ഇതിനകത്ത് പൊട്ടാസ്യം, അതുപോലെ തന്നെ അയൺ കണ്ടന്റ്, സിങ്ക് തുടങ്ങിയവ കൂടാതെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് വളരെ കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വളരെ ബെനിഫിറ്റ് ഉണ്ട്. ഓക്സലേറ്റ്സ് ഉണ്ടെങ്കിലും എന്നാൽ ബാജ്ര നമ്മുടെ ശരീരത്തിന്, പ്രത്യേകിച്ചും അൺസാച്ചുറേറ്റഡ് ഒമേഗ 3 പോലെയുള്ള ഫാറ്റി ആസിഡ്സ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് ശരീരത്തിന് വളരെ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ട്. അണ്ടർവെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ന്യൂട്രിയൻ അബ്സോർപ്ഷൻ ശരിയായിട്ട് നടക്കുന്നുണ്ടോ എന്ന് സംശയമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇതൊന്ന് സംശയത്തോടെ വേണം ഉപയോഗിക്കാൻ. കാരണം ഇതിനകത്തുള്ള ആന്റി ന്യൂട്രിയൻ ഫാക്ടർ ലൈക്ക് ഓക്സലേറ്റ് ഞാൻ പറഞ്ഞ അത് ഒരു പക്ഷെ അവിടെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാം. ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള അമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആണ്. അവരുടെ ആകെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. കിഡ്നി പേഷ്യൻസ് ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് അയണും അതുപോലെ തന്നെ പൊട്ടാസ്യം ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കാം. ഓക്കെ. ഫിംഗർ മില്ലറ്റ് അഥവാ റാഗി, മുത്താറി, ഇത് മൂന്നും ഇപ്പൊ ഞാൻ പറഞ്ഞ മൂന്നെണ്ണവും മേജർ മില്ലറ്റിൽ വരുന്നതാണ്. റാഗിക്കകത്തും വളരെ കൂടുതൽ പോളിഫിനോൾസ് അടങ്ങിയിട്ടുണ്ട്. പോളിഫിനോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാല് പോളിഫിനോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫൈറ്റോ ന്യൂട്രിയൻസിൽ വരുന്നതാണ്. അതുപോലെ തന്നെ അമിനോ ആസിഡ്സ്, സൾഫർ അടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ്സും കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ്. കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ മിനറൽസ് കൂടുതലുള്ളതുകൊണ്ട് ബോൺ ഹെൽത്തിന് വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ. ആന്റി അൾസറേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ ശരീരത്തിനകത്ത് അൾസർ ഉണ്ടാക്കാതിരിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അത് ഈ ഒരു റാഗി തരും. നമ്മൾ റാഗി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്, അല്ലെ ഇൻഫൻസിന് അതിന്റെ പാലെടുത്തിട്ടൊക്കെ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ കാച്ചി കൊടുക്കാറുണ്ട്. ഇത് ശരിക്കും കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല, കുട്ടികൾക്ക് ഇത്രയും നല്ലത് കൊടുക്കാമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് കഴിച്ചുകൂടാ? നമ്മൾ അങ്ങനെ ഒരു കൺസെപ്റ്റിൽ ഒരിക്കലും ഉണ്ടാവരുത്. കുട്ടികൾക്ക് എന്ത് കൊടുക്കാവോ അതൊക്കെ നമ്മുടെ ശരീരത്തിന് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ. ഗുഡ് ഫോർ ഹേർട്ട് ഹെൽത്ത് ആൻഡ് വർക്കൗട്ട്. വർക്കൗട്ട് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചും കാൽസ്യം ലോസ് കൂടുതലായിരിക്കും എന്നുള്ളൊരു കാരണം കൊണ്ട് കൂടിയാണ് അങ്ങനെ പറയുന്നത്. കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയത് ഓൾറെഡി നമ്മുടെ ബ്ലഡ് സർക്കുലേഷന് ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ ഹേർട്ട് ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യും. കിഡ്നി പേഷ്യൻസ് അഗൈൻ ഇവിടെയും ഒന്ന് കാൽസ്യം കൂടുതലുള്ളത് കൊണ്ടാണ് ആ ഒരു കാര്യം പറയുന്നത്. സോ അവരുടെ ഓൾറെഡി സ്റ്റോൺസ് ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ബ്രൗൺ ടോപ്പ് മില്ലറ്റ് അല്ലെങ്കിൽ മലഞ്ചാം. സോ ഇവിടെ ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലാണ്. കൂടാതെ നമ്മുടെ കാൽസ്യം, ഫോസ്ഫറസ്, സിങ്ക് തുടങ്ങിയ മിനറൽസും വളരെ കൂടുതലാണ്. സോ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോൺ ഹെൽത്തിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സീലിയാക് ഡിസീസ് അല്ലെങ്കിൽ IBS പേഷ്യന്റ്, IBS എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ലാറ്ററലിൽ പോവുക എന്ന് പറയുന്ന ഒരു അസുഖം, അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്.
ഒന്നുകൂടി പോയാലേ ശരിയാവൂ, ടോയ്ലറ്റിൽ ഒന്നുകൂടി പോകണം എന്ന് തോന്നുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവർ അവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ്. ഇത് നമ്മുടെ ശരീരത്തിന് ശരിക്കും ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് ആ ഫൈബറിന്റെ ഒരു പോയിന്റ് കൂടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ശരീരത്തിൽ ഫൈബർ കണ്ടന്റ് കൂടുതൽ കയറുമ്പോൾ, അതും പ്രത്യേകിച്ച് ഇൻസോലുബിളും സോലുബിളും രണ്ടും ആയിട്ടുള്ള ഫൈബർ കണ്ടന്റ് കൂടുതൽ നമ്മുടെ ആമാശയത്തിൽ എത്തുന്ന സമയത്ത് അത് വളരെ കൂടുതലായിട്ട് ആന്റി ന്യൂട്രിയൻ ഫാക്ടേഴ്സും അതുപോലെ തന്നെ മെറ്റൽ അയോൺസിനെ ഒക്കെ അബ്സോർബ് ചെയ്യും. അത് നമ്മുടെ വയറിന്, പ്രത്യേകിച്ചും നമ്മുടെ ചെറുകുടലിനും വൻകുടലിനും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഹെൽത്ത് എഫക്റ്റ് ആണ് കൊടുക്കുന്നത്. മലഞ്ചാമയ്ക്ക് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും ഇതുവരെ അറിയുന്നില്ല. അതുപോലെ തന്നെ ലിറ്റിൽ മില്ലറ്റ് അല്ലെങ്കിൽ ചാമ, ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലാണ്. നല്ല മഗ്നീഷ്യം, സിങ്ക്, നിയാസിൻ, സെലീനിയം, അയൺ, വൈറ്റമിൻ ഇ തുടങ്ങിയ മിനറൽസിന്റെയും വൈറ്റമിൻസിന്റെയും ഒക്കെ നല്ല സോഴ്സ് ആണ്. ആക്ച്വലി ഈ സെലീനിയം, വൈറ്റമിൻ ഇ ഒക്കെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. സോ ലേഡീസ് ഹെൽത്തിനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഓവറി, യൂട്രസ്, ഫാലോപ്പിയൻ ട്യൂബ് ഇതുപോലെയുള്ള റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹെൽത്ത്, അത് ലേഡീസിനായാലും ജെൻസിനായാലും പ്രോസ്ട്രേറ്റ് ഹെൽത്ത് ഒക്കെ വളരെ നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യും. അത് മാത്രമല്ല സ്പേം കൗണ്ടും സ്പേം മോട്ടിലിറ്റിയും ഒക്കെ നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട് ഈ ഒരു മില്ലറ്റ് ഹെൽപ്പ് ചെയ്യും. ഫൈറ്റിക് ആസിഡ് കൂടുതലാണ്, ടാനിൻസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ആന്റി ന്യൂട്രിയൻ ഫാക്ടർ ഉണ്ട്. ഓൾറെഡി ഇതിനകത്ത് ഒത്തിരി ന്യൂട്രീഷൻ വരുന്നുണ്ട്, എന്നാൽ അത് അവിടെ തീരുന്നില്ല, ഒത്തിരി ആന്റി ന്യൂട്രിയൻ ഫാക്ടറും അതിൻ്റെ ഒന്നിച്ച് വരുന്നുണ്ട്. സോ അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ആന്റി ന്യൂട്രിയൻ ഫാക്ടർ നമുക്ക് കുറക്കാൻ പറ്റും. പ്രത്യേകിച്ച് സോക്ക് ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യം ഫൈറ്റേറ്റ്സിനെ വളരെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഹേർട്ട് ഹെൽത്തി ആണ്. അതുപോലെ തന്നെ LDL കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നും നോട്ട് ചെയ്തിട്ടില്ല. കുതിരവാലി അല്ലെങ്കിൽ ബേൺയാർഡ് മില്ലറ്റ് എന്ന് പറയാം, ഹോസ്റ്റൈൽ മില്ലറ്റ് എന്ന് പറയാം. ഇതും ഹൈ ഫൈബർ ആണ്, നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, കാൽസ്യം, ഫോസ്ഫറസ്, ഫൈറ്റേറ്റ് കുറച്ച് കുറവാണ്, അയൺ ഉണ്ട്, വൈറ്റമിൻ ബി കോംപ്ലക്സ് അടങ്ങിയിട്ടുണ്ട്. കാർഡിയോവാസ്കുലർ ഡിസീസിനും ഡയബറ്റീസ് പേഷ്യൻസിനും വളരെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത് കൂടാതെ നമ്മുടെ നെർവസ് സിസ്റ്റം അതുപോലെ തന്നെ സ്കിൻ, ഇതിന് രണ്ടിനും ഇത് വളരെ യൂസ്ഫുൾ ആണ്. ആക്ച്വലി ഇത് പറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ബി കോംപ്ലക്സ്, പ്രത്യേകിച്ച് വൈറ്റമിൻ B12 ഒക്കെ ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ വൈറ്റമിൻ B7 ഒക്കെ, ബയോട്ടിൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്കിന്നിന്റെ ഹെൽത്ത് വളരെ നന്നായിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെയാണ് നിയാസിനും. ഇതിനും പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും അറിയില്ല. കോഡോ മില്ലറ്റ് അല്ലെങ്കിൽ വരക്, ഫൈബർ കണ്ടന്റ് കൂടുതലാണ്. ഈ ഫൈബർ കണ്ടന്റ് കൂടുതൽ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 8% മുകളിലാണെന്ന് കൂട്ടാം കേട്ടോ. ലൈസിൻ അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. ഒബിസിറ്റി കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ബോൺ മാരോ ഹെൽത്തിന് വേണ്ടിയിട്ട് സഹായിക്കും. ബോൺ മാരോ ഹെൽത്തിനെ കൊണ്ട് എന്താ കാര്യം, നമ്മളെ ബ്ലഡ് സർക്കുലേഷനും ബ്ലഡ് പ്യൂരിഫിക്കേഷനും ഒക്കെ നന്നായിട്ട് നടക്കും. ഓക്കെ, ഫൈറ്റിക് ആസിഡ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള കോഡോ മില്ലറ്റിനകത്ത് ഫൈറ്റിക് ആസിഡ് കൂടുതലായതുകൊണ്ട് തന്നെ ഈവൻ നമ്മൾ സോക്ക് ചെയ്തതിന് ശേഷവും അത് ആ ഒരു നോർമലി നമ്മൾ എങ്ങനെയാ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോക്ക് ചെയ്ത വെള്ളത്തിൽ തന്നെയാണ് പിന്നീട് അത് നമ്മൾ അരക്കുക അല്ലെങ്കിൽ മറ്റ് അതിന്റെ നെക്സ്റ്റ് പ്രോസസ്സിങ് ചെയ്യുന്നത്. 4 മുതൽ 12 മണിക്കൂർ വരെ സോക്ക് ചെയ്യുന്നതാണ് സാധാരണ. അപ്പൊ ഫൈബർ കണ്ടന്റ് കൂടുതലാണെങ്കിൽ 8 മുതൽ 12 മണിക്കൂർ വരെ നമ്മൾ സോക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ സോക്കിങ്ങിന്റെ ഞാനിപ്പോ ഇവിടെ പറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കോഡോ മില്ലറ്റ് നമ്മൾ സോക്ക് ചെയ്തിട്ടും അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിന്റെ വെള്ളത്തിന്റെ കളർ ചുവപ്പ് കളറിൽ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ ആ വെള്ളം പിന്നീട് യൂസ് ചെയ്യരുത്. അതിന് പകരം, കാരണം അതിന്റെ ഫൈറ്റേറ്റിന്റെ അളവ് കൂടുതലായിരിക്കും, ഒരുപക്ഷെ ഉണക്കം ശരിയായിട്ടുണ്ടാവില്ല. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ അത് നന്നായിട്ട് ഉണങ്ങാൻ ഇനിയിപ്പോ പറ്റില്ലല്ലോ, ഓൾറെഡി സോക്കും കൂടി ചെയ്തതല്ലേ. അപ്പൊ അതിന് പകരം ആ വെള്ളം കളഞ്ഞിട്ട് നമ്മൾ പുതിയ വെള്ളത്തിൽ വേണം അവിടെ അത് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അരക്കാൻ വേണ്ടിയിട്ടൊക്കെ പുതിയ വെള്ളം എടുക്കണം. അല്ലെങ്കിൽ ഈ ഫൈറ്റേറ്റ് അടങ്ങിയ വെള്ളമായിരിക്കും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക.
പൊതുവെ ആ സോക്ക് ചെയ്യുന്ന വെള്ളം തന്നെ എടുക്കണം എന്ന് പറയുന്നത് അതിനകത്തുള്ള വൈറ്റമിൻസും മിനറൽസും ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഫൈറ്റേറ്റിന്റെ അളവ് വളരെ കൂടുന്ന സമയത്ത് അത് നമ്മൾ കളയുന്നതാണ് ഉത്തമം. നല്ലപോലെ ഉണങ്ങിയില്ലെങ്കിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. പ്രത്യേകിച്ചും ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് കോഡോ മില്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് വയറിനൊരു സുഖമില്ല, ഈവൻ ഛർദിയൊക്കെ വന്ന ആൾക്കാരുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലപോലെ ഉണങ്ങിയിട്ടില്ലെങ്കിൽ അതിനകത്ത് ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. ഈ ഫംഗസ് വന്നു കഴിഞ്ഞാൽ ആ ഫംഗസ് കൊണ്ടുള്ള അലർജിക് റിയാക്ഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അതാണ് പിന്നീട് ഒരുപക്ഷെ സ്റ്റൊമക്ക് അപ്സെറ്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് ട്രബിൾ ആയിട്ടോ ഒക്കെ വരുന്നത്. ഓക്കെ, ക്യാൻസർ പേഷ്യൻസിനും അതുപോലെ തന്നെ ഗോയിറ്റർ ഇതിനകത്ത് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ആയിട്ടുള്ള ഏജൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്യാൻസർ, ഗോയിറ്റർ പോലെയുള്ള അസുഖങ്ങൾ ഓൾറെഡി ഉണ്ടെങ്കിൽ അത് അവര് ഈ ഒരു കോഡോ മില്ലറ്റ് യൂസ് ചെയ്യുന്നത് കുറച്ച് കുറക്കുന്നതാണ് നല്ലത്. തിന, പക്ഷികളെ പറ്റി നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഇതിനകത്ത് ഒമേഗ 3യിൽ വരുന്ന ഒരു ആസിഡ് വളരെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്, ലിനോളിക് ആസിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് കൂടുതലാണ്. വൈറ്റമിൻ B1ഉം B7ഉം B12ഉം കൂടുതലാണ്. അതുപോലെ തന്നെ ഫൈറ്റിക് ആസിഡ്സിന്റെ അളവ്, ടാനിൻസും ആന്റി ന്യൂട്രിയൻസും ഒക്കെ ഇതിനകത്തും കൂടുതലാണ്. എന്നാൽ അതെങ്ങനെയാണ് നമ്മൾ സോക്ക് ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഫൈറ്റിക് ആസിഡിന്റെ ഒക്കെ അളവ് ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ പറ്റും. ബാക്കിയുള്ള ഫൈറ്റിക് ആസിഡ് നമ്മുടെ ശരീരത്തിനകത്ത് ആവശ്യമുണ്ട്. ഓക്കെ, ഹെൽത്തി ഹാർട്ടിനും നെർവസ് സിസ്റ്റത്തിനും ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്കിന്നിന്, ഹെൽത്തി സ്കിന്നിന് വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. തൈറോയിഡ്, അതുപോലെ തന്നെ തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ ഗോയിറ്റർ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ക്യാൻസർ പേഷ്യൻസ് ആണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, പ്രോസോ മില്ലറ്റ്, ഗുഡ് സോഴ്സ് ഓഫ് ലെസിത്തിൻ. ലെസിത്തിൻ എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ആണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീനും അല്ലെങ്കിൽ അമിനോ ആസിഡ്സും ഫാറ്റി ആസിഡ്സും കൂടിയ ഒരു കോമ്പിനേഷൻ ആണ്. ഇതിന്റെ ശരിയായ കോമ്പിനേഷൻ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. സോ നല്ല രീതിയിലുള്ള പ്രത്യേകിച്ചും മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് പ്രോസോ മില്ലറ്റ്. ഓക്കെ, സോ കുറച്ച് പ്രായം കൂടിയവരാണെങ്കിൽ തീർച്ചയായിട്ടും ആന്റി ഏജിങ് ആയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം, മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അല്ലെങ്കിലും ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി വളരെ കൂടുതൽ ഉള്ളതുകൊണ്ട് ഇത് നല്ലതാണ്. ആന്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള സ്ട്രെസ്സേഴ്സ് കൊണ്ടുള്ള അല്ലെങ്കിൽ ഈവൻ എൻവയോൺമെന്റൽ സ്ട്രെസ്സേഴ്സ് കൊണ്ടുള്ള പല ടോക്സിൻസും ഉണ്ടാവും. ആ ടോക്സിൻസ് ഓക്സിഡേഷൻ നടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ശരീരത്തിനകത്ത് ഓക്സിഡേഷൻ നടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആന്റി ഓക്സിഡൻസ് യൂസ് ചെയ്യും. ഹെൽത്തി ഹേർട്ട്, നെർവസ് സിസ്റ്റം ആൻഡ് സ്കിൻ. ബക്ക്വീറ്റ് മില്ലറ്റ് കാർഡിയോവാസ്കുലർ ഹെൽത്തിനും ആസ്മ, കുട്ടികളിലുള്ള ആസ്മയ്ക്കും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. ഗോൾ ബ്ലാഡർ സ്റ്റോണിന്, ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് വളരെ നന്നായിട്ട് യൂസ് ചെയ്യുന്നു. ആന്റി ഓക്സിഡന്റ് ആൻഡ് ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളതാണ് ബക്ക്വീറ്റ് മില്ലറ്റ്. ആക്ച്വലി ഒരു ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മില്ലറ്റിന്റെ ഒരു എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അപ്രോക്സിമേറ്റ് ഒരു കാഴ്ചപ്പാട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നോർമലി അതിന്റെ ഒരു എഡിബിൾ പോർഷൻ എന്ന് പറയുന്നത് 70% വരെ. നമ്മൾ അതിന്റെ വൈറ്റ്, നമ്മളിപ്പോ അരി എടുത്തു കഴിഞ്ഞാൽ വൈറ്റ് റൈസ് ഇല്ലേ, ആ വൈറ്റ് റൈസ് എന്ന് പറയുന്ന പോർഷൻ അപ്രോക്സിമേറ്റ്ലി ഒരു 70% ഉണ്ടാവുക. അതിന്റെ മുകളിലുള്ള ഉമി, അതുപോലെ തന്നെ തവിടും ഒക്കെ കൂടിയിട്ടാണ് ഹസ്ക് എന്ന് പറയുന്നത്. ഇത് അറൌണ്ട് 20% ഉണ്ടാവും. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്രാൻ എന്ന് പറയുന്ന ഒരു ഏരിയ. നമ്മൾ റൈസ് ബ്രാൻ ഓയിലൊക്കെ ഇപ്പം വളരെ പോപ്പുലർ അല്ലേ. ഈ ബ്രാൻ എത്ര പെർസെന്റേജാണ് വരുന്നത്? അപ്രോക്സിമേറ്റ്ലി 8%. ഇത് തന്നെ പെരികാർപ്പും അലിറോൺ ലെയർ, ഇങ്ങനെ 2 ലെയർ ആയിട്ടുള്ള ഈ പെരികാർപ്പ് ആയാലും അലിറോൺ ലെയർ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അലിറോൺ ലെയർ നമ്മുടെ എല്ലാ മില്ലറ്റ്സിന്റെയും വളരെ ഫൈബർ കണ്ടന്റ് വളരെ നന്നായിട്ട് വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ അലിറോൺ ലെയർ വെച്ചിട്ടാണ് ഇതിനകത്ത് വരുന്ന ഒരുപാട് ഗുണങ്ങൾ, പ്രത്യേകിച്ച് സോലുബിൾ ഫൈബറും ഇൻസോലുബിൾ ഫൈബറും കൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും. തവിട് എന്ന് പറയുന്നത് ഹസ്കിനകത്തും കുറച്ച് തവിട് ഉണ്ടാവും, അതിനുശേഷം വരുന്നതാണ് ഈ ബ്രാൻ. അത് തവിടിന്റെ ഒരു പോർഷൻ ഇതിനകത്ത് വരും. ഓക്കെ, അതുപോലെ തന്നെ പിന്നെയുള്ളതാണ് ഇത് മുളക്കാൻ, ഇനിയൊരു പുതിയ ജീവന് വേണ്ടിയിട്ട്, പുതിയൊരു പ്ലാന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ജേം, അല്ലെങ്കിൽ അതിന്റെ 2% മാത്രമേ ആ ജേം ഉണ്ടാവുള്ളൂ.
ഓക്കെ, ഇതാണ് ശരിക്കും ഒരു മില്ലറ്റ്. ഇതില് മില്ലറ്റുകൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അതിനകത്തുള്ള സോലുബിൾ ഫൈബറും അതുപോലെ തന്നെ ഇൻസോലുബിൾ ഫൈബറും നമ്മുടെ ശരീരത്തിനകത്തേക്ക് ചെല്ലുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോർമൽ നമ്മുടെ വായിൽ കൂടെ കഴിച്ചിട്ട് ഈസോഫാഗസ് അല്ലെങ്കിൽ അന്നനാളം വഴി അത് ആമാശയത്തിലേക്ക് എത്തും. ആമാശയത്തിൽ എത്തുന്ന സമയത്ത് അത് പ്രത്യേകിച്ച് വാട്ടർ കണ്ടന്റ് കൂടുതൽ അബ്സോർബ് ചെയ്യും. ഫൈബർ എവിടെയൊക്കെ ഉണ്ടോ ആ ഫൈബർ കൂടുതൽ വാട്ടർ കണ്ടന്റ് അബ്സോർബ് ചെയ്യും. ഇതുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിനകത്ത് അല്ലെങ്കിൽ വയറിനകത്ത് അതൊരു നിറഞ്ഞ ഫീലിംഗ് കൊടുക്കും. നമുക്ക് ഒരുപാട് കഴിക്കാൻ തോന്നില്ല. ഒന്ന്, അതിന്റെ ടേസ്റ്റ്, ഫൈബർ കൂടുതലുള്ളതിന് ടേസ്റ്റ് കുറയും. അതുകൊണ്ടാണ് നമ്മളിപ്പം റിഫൈൻഡ് അല്ലെങ്കിൽ റിഫൈനിങ്ങിന്റെ അത്രയും എക്സ്ട്രീമിറ്റീസിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. റിഫൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടേസ്റ്റ് കൂടും, അതുകൊണ്ട് നമ്മൾ കൂടുതൽ കഴിക്കുകയും ചെയ്യും. എന്നാൽ റിഫൈനിങ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ മില്ലറ്റ്സിന്റെ റിഫൈനിങ് പ്രോസസ്സ് കുറച്ച് കൂടുതൽ കഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രോസസ്സിങ് ചെയ്തതിന് ശേഷമുള്ള മില്ലറ്റ്സ് നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും പിന്നെ പലതും വരുന്നുണ്ട്. എനിവേ അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ കുറച്ചുകൂടി പോവാം. സോ മില്ലറ്റ്സ് ഇവിടെ നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് കൂടുതൽ പ്രത്യേകിച്ചും ചവച്ചരച്ച് കഴിക്കാൻ പറയും. കാരണം ആ സമയത്ത് ഈവൻ ഉമിനീരും അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് കൂടുതൽ കിട്ടും. അത് മാത്രമല്ല, അത് കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്തിട്ട് ഓൾറെഡി സോക്ക് ചെയ്തതാണ്. അതിനുശേഷം നമ്മൾ കഴിക്കുമ്പോൾ ഈവൻ നമ്മുടെ വയറിനകത്തും അത് വെള്ളം അബ്സോർബ് ചെയ്തിട്ട് അത് വലുതാവും. അങ്ങനെ വലുതാവുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഷുഗർ മോളിക്യൂൾസിനെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിനെ എൻട്രാപ്പ് ചെയ്യും. കാർബോഹൈഡ്രേറ്റിന് മുകളിൽ ഒരു ഫൈബർ കോട്ടിംഗ് ഉണ്ടാവും. ഈ ഫൈബർ കോട്ടിംഗ് ഉണ്ടാവുമ്പോൾ അതിന്റെ ദഹനം സ്ലോ ആവും. ഇത് ഒന്ന്. ഇവിടെ കൊണ്ട് തീരുന്നില്ല. രണ്ടാമത്തേതാണ് കുറച്ചു നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പലതരത്തിലുള്ള മെറ്റൽ അയോൺസും അല്ലെങ്കിൽ പോയിസണസ് ആയിട്ടുള്ള ടോക്സിൻസും ഒക്കെ നമ്മുടെ ശരീരത്തേക്ക് ഈവൻ ആമാശയത്തിലേക്കൊക്കെ എത്തുന്നുണ്ട്. ഇതിനെയൊക്കെ ഈ ഫൈറ്റിക് ആസിഡിന്റെ ത്രൂ അത് ഒരു കവറിങ് ആക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഫൈറ്റിക് ആസിഡിനും അതുപോലെ തന്നെ മറ്റ് ആന്റി ന്യൂട്രിയൻ പോർഷൻസും ഒപ്പം ടോക്സിൻസും ഒക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഇവിടെ എളുപ്പം കൂടുതലാണ്. ഫൈബർ കണ്ടന്റ് കൂടുതൽ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഒരു ബെനിഫിറ്റ് വളരെ നന്നായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിനനുസരിച്ച് വേണം നമ്മൾ ജസ്റ്റ് വായയുടെ മാത്രം ടേസ്റ്റ് നോക്കിയാൽ പോരാ. നമ്മൾ പുറത്ത്, ഞാൻ പൊതുവെ പല സെഷനിലും പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ പുറത്ത് ഒന്ന് ബൈക്ക് ഓടിച്ചിട്ട് പുറത്ത് മേ ബി ഒരു 2-3 കിലോമീറ്റർ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൈ കഴുകാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപക്ഷെ നമ്മൾ മുഖമൊക്കെ നന്നായിട്ട് വൃത്തിയിൽ കഴുകും. പക്ഷെ നമ്മുടെ ആമാശയത്തിലേക്ക് പോയ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ കഴുകുന്നു? നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോയതൊക്കെ എങ്ങനെ നമ്മൾ കഴുകുന്നു? ഇവിടെയൊക്കെ പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ആന്റി ഓക്സിഡൻസിന്റെ ഒക്കെ ഗുണമാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഫൈബർ അറ്റ്ലീസ്റ്റ് നമ്മുടെ ആമാശയം, കോളൺ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആയാലും അല്ലെങ്കിൽ ലാർജ് ഇൻറ്റെസ്റ്റൈൻ ആയാലും അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സിന് വേണ്ടിയിട്ട് ഫൈബർ വളരെ കൂടുതൽ ഗുണം ചെയ്യും. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിൽ നമുക്ക് ഈ ഒരു മില്ലറ്റ്സിനെ ഇതാണ് ഇനി എല്ലാം എന്ന് പറയാൻ പറ്റുമോ? ശരിക്കും മില്ലറ്റ്സും ഗ്രെയിൻ തന്നെയാണ്, അല്ലെങ്കിൽ അതിനകത്തും കാർബോഹൈഡ്രേറ്റിന്റെ അളവുണ്ട്. സോ പല രീതിയിലുള്ള, നമുക്ക് വേണമെങ്കിൽ രാവിലെ മില്ലറ്റ് എടുക്കാം, ഉച്ചയ്ക്ക് ചോറെടുക്കാം, വൈകുന്നേരം പച്ചക്കറികൾ മാത്രം കഴിക്കാം, അല്ലെങ്കിൽ ആ കോമ്പിനേഷൻ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ഒരു തരത്തിലുള്ള ഗ്രെയിൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്യുന്ന, ഒരു ദിവസം ഒരു പ്രാവശ്യം യൂസ് ചെയ്യുന്നതാണ് പൊതുവെ നല്ലത്. ഇനി മാക്സിമം വന്നാൽ 2 തവണ. പക്ഷെ നമ്മൾ ഇത് 3 നേരവും ഒരേ അരി തന്നെ പല രീതിയിലാക്കിയിട്ട് കാണാൻ പല പരുവത്തിലാക്കിയിട്ട് അതിനെ നമ്മൾ വെട്ടി വിഴുങ്ങുകയാണ് ചെയ്യുന്നത് പൊതുവെ. അതിന് പകരം മില്ലറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിലും മില്ലറ്റും കൺട്രോൾ ചെയ്തിട്ട് കഴിക്കുക. 3 നേരവും മില്ലറ്റ് തന്നെ കഴിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. മീൻസ് അങ്ങനെയുള്ള ഒരു സൂപ്പർ ഫുഡ് ആയിട്ട് പൊതുവെ ഇതിനെ കണക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല. മില്ലറ്റ് മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട്. കുറച്ച് നേരത്തെ ആക്ച്വലി സാബു സർ നേരത്തെ പറഞ്ഞ ആ ഒരു രീതിയിൽ 2023 ഇന്റർനാഷണൽ മില്ലറ്റ് ഇയർ ആണ്. 2018 മുതൽ മില്ലറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഇന്ത്യ ഗവൺമെന്റ് 2018 ആദ്യത്തെ നാഷണൽ മില്ലറ്റ് ഇയർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് മുതൽ തന്നെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻക്ലൂഡിങ് ഇമ്മ്യൂണിറ്റി ഫാക്ടർ ഒക്കെ നോക്കിയിട്ട് ഖാദർവാലിയുടെ ചില വീഡിയോസിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്,
ഇമ്മ്യൂണിറ്റി, കോവിഡ് വന്നു കഴിഞ്ഞാൽ എന്ത് യൂസ് ചെയ്യാം, കോവിഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള മില്ലറ്റ് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. സോ ഈ ഒരു രീതിയിൽ മില്ലറ്റിന് ഒത്തിരി ഗുണങ്ങളുണ്ടെങ്കിലും അതിന്റെ കാർബോഹൈഡ്രേറ്റ് വശങ്ങൾ നോക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക തന്നെ ചെയ്യാം. രണ്ടാമത്തത്, ഇത് മാത്രമായിട്ട് കഴിക്കുന്നതിന് പകരം നമ്മുടെ നോർമൽ ഫുഡിനകത്തുള്ള ഒരു പോർഷനാണ് മില്ലറ്റ്. അപ്പൊ നമ്മൾ അത് കൂടാതെ ഹെൽത്തി ഫാറ്റ് കഴിക്കേണ്ടതുണ്ട്, ഹെൽത്തി പ്രോട്ടീൻ അല്ലെങ്കിൽ പ്ലാന്റ് ബേസ് ആയിട്ടുള്ള പ്രോട്ടീൻ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്, വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്, ഫൈബർ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. വെജിറ്റബിൾസിനകത്ത് തന്നെ കൂടുതൽ ഫൈബർ വരും എന്നുള്ളത് ഓക്കെ. സോ അത് നമ്മൾ കുക്ക് ചെയ്യുന്നതിന്റെ രീതിക്ക് അനുസരിച്ചുണ്ടാവും. സോ ഗ്രീൻ വെജിറ്റബിൾസ് ആണ് നമ്മൾ പച്ചയായിട്ട് തന്നെ കഴിക്കുന്നതെങ്കിലൊക്കെ വളരെ ബെനിഫിറ്റ് ആണ്. ഓക്കെ. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം മാർക്കറ്റിൽ വരുന്ന ഫ്രോഡാണ്. പലതരത്തിലുള്ള ഫ്രോഡും നടക്കുന്നുണ്ട് അല്ലെ. ചില ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള ഡയാ ബിസ്ക്കറ്റുകളിലൊക്കെ അതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞെട്ടും. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫൈബർ ബിസ്ക്കറ്റ് ആണെന്നാണെങ്കിൽ പക്ഷേ അതിന്റെ ഇൻഗ്രീഡിയൻസിൽ പറയുന്നത് ഇതിനകത്ത് മൈദയുണ്ട്, ഇത്ര ശതമാനം മൈദയുണ്ട്, ഇത്ര ശതമാനം വീറ്റ് ഉണ്ട് എന്നൊക്കെ തന്നെയാണ്. അപ്പോ നമ്മൾ ഈ റെഡിമെയ്ഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് നൂഡിൽസ് പോലെയുള്ള ഇപ്പൊ പല സാധനങ്ങളും വരുന്നുണ്ട്, മില്ലറ്റ് നൂഡിൽസ്. എത്ര പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് നൂഡിൽസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ ഓൾറെഡി ഡബിൾ കുക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു സാധനം അതാണ് പൊതുവെ നൂഡിൽസ്. ഈ 2 പ്രാവശ്യം കുക്ക് ചെയ്ത സാധനത്തിന് പിന്നെ നമ്മൾ കുക്ക് ചെയ്യേണ്ട എന്നുള്ളതാണ് അവർ കാണുന്ന ബെനിഫിറ്റ് എങ്കിൽ, ഇത് തൽക്കാലത്തേക്ക് നമുക്ക് ആ ഒരു ടേസ്റ്റ് നമ്മുടെ ശരീരത്തിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യാം എന്നല്ലാതെ അതിനെ പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെയുള്ള ഒരു പാറ്റേണിലേക്ക് പോകുന്നത് ശരിയല്ല. അതുപോലെയാണ് മിക്സ് ചെയ്തിട്ടുള്ള ഗ്രെയിൻസ്, പലതരത്തിലുള്ള മില്ലറ്റുകൾ മിക്സ് ചെയ്ത് പൊടിയാക്കിയിട്ട് യൂസ് ചെയ്യാന്നുള്ളത് അതും മോശം കാര്യമാണ്. എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിലുള്ള ഫൈബർ കണ്ടന്റ്, സോലുബിൾ ഫൈബറും ഇൻസോലുബിൾ ഫൈബറും ഉണ്ടെന്ന് പറഞ്ഞു. ചിലതിനകത്തുള്ള ഫൈബർ കണ്ടന്റ് കൂടുതലും ചിലതിനകത്ത് സ്ലോവുമാണ്. അപ്പൊ ഈ ഫൈബർ കണ്ടന്റ് കുറവുള്ള സാധനങ്ങളും ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള സാധനങ്ങളും നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് മൾട്ടിഗ്രെയിൻ ഒക്കെ ആയിട്ട്, മൾട്ടിഗ്രെയിൻ ആട്ടയൊക്കെ ഉണ്ട്, അതുപോലെ നമ്മൾ ഈ മില്ലറ്റും പൊടിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പക്ഷേ നമ്മുടെ ഡൈജഷനെ ശരിയായ രീതിയിൽ ഹെൽപ്പ് ചെയ്യണമെന്നില്ല. അപ്പൊ അത് ഒന്ന് അനലൈസ് ചെയ്ത് നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ട് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഇത്തരത്തിലുള്ള പല ഫ്രോഡുകളും നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. സോ മില്ലറ്റ് റെസിപ്പീസ് നമുക്ക് പല രീതിയിലുള്ള, ജസ്റ്റ് ഒരു മില്ലറ്റ് കഞ്ഞി മാത്രമൊന്നുമല്ല, പല രീതിയിലുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ഇൻക്ലൂഡിങ് ദോശ അടക്കമുള്ള സാധനങ്ങൾ തന്നെ. മലയാളിയുടെ ഫേവറേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലെ. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ചില വെറൈറ്റി ഡിഷസിൽ ഒന്ന് പുട്ടാണ്. റാഗി മാത്രമല്ല, റാഗി പുട്ട് പൊതുവെ പുട്ടുപൊടിയൊക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ലാതെ നമുക്ക് പലതുകൊണ്ടും പുട്ടും ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഇഡലി. അത് പ്ലേറ്റിലോ അല്ലെങ്കിൽ നോർമൽ ഇഡ്ഡലി ആയിട്ടോ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മോദക്ക്, പല രീതിയിലുള്ള നമ്മളിത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചും നമ്മുടെ കാണാൻ നമുക്ക് ഇംപ്രഷൻ തരുന്ന രീതിയിലും അതിനെ മാറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ മാത്രമേ നമുക്ക് അതിനോട്, പ്രത്യേകിച്ചും കാണുന്ന ഒരു ഇംപ്രഷൻ, ഒരു ഫുഡ് കാണുമ്പോഴുള്ള ഇംപ്രഷൻ, നമുക്കത് കഴിക്കണോ, നമുക്കത് എങ്ങനെ കഴിക്കണം, എത്ര കഴിക്കണം എന്നുള്ളതിനെയൊക്കെ മാറ്റർ ചെയ്യുന്നുണ്ട് അല്ലേ. സോ അങ്ങനെ ഒരു പ്ലേറ്റിങ്ങോട് കൂടിയിട്ട് തന്നെ നമ്മൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനും വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. സോ ഇത്രയാണ് ഇന്നിപ്പോ പറയാനുള്ളത്. താങ്ക് യു ആൻഡ് ബാക്ക് ടു ഹോസ്റ്റ്. സോ താങ്ക് യു സാർ, വളരെ മനോഹരമായിട്ടുള്ള സെഷൻ. നമുക്ക് എല്ലാവർക്കും മില്ലറ്റിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാം, മില്ലറ്റിന്റെ ഗുണങ്ങളും മില്ലറ്റ് നമുക്ക് നൽകുന്ന കാര്യങ്ങളും. പക്ഷെ അതിലൊന്ന് ശ്രദ്ധിക്കേണ്ട ഒത്തിരിയും ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് തീർച്ചയായിട്ടും ഈ സെഷനോടെ മനസ്സിലാക്കണം. എപ്പോഴും മില്ലറ്റ് മാത്രം കഴിച്ചുകൊണ്ട് ജീവിച്ചാൽ അതിന് മറ്റൊരു തരത്തിലുള്ള പ്രശ്നമായി മാറും. സ്റ്റാർച്ച് കുറയുന്നു, ചില രോഗങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പരിഹാര മാർഗമാണ്. പക്ഷെ ചിലതിന്റെയൊക്കെ കുറവ് അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഇതെല്ലാം സമീകൃതമായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ, പക്ഷെ ഇന്നത്തെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ഈ പറയുന്ന വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഫുഡ് സ്റ്റൈലിനെ ബേസ് നോക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ മില്ലറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ
ഭക്ഷണം വളരെയധികം പ്രയോജനകരമാണ്. ഒത്തിരിയും ആന്റി ന്യൂട്രിയൻസ്, എന്താ പറയുന്നത്, ആന്റി ഓക്സിഡൻസ്, ഇങ്ങനെയുള്ള ഒരു കലവറ തന്നെയാണ് മില്ലറ്റ്. പൈസ ലാഭം എന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ന് വിലകൾ കമ്പാരിറ്റീവ്ലി വളരെ കൂടുതലാണ്. പറയുമ്പോൾ ഒരു കാരണം അവർ പറയുന്നുള്ളൂ, ഉൽപാദനം കുറവാണ്, അതുകൊണ്ട് വില കൂടുതലാണ്. പക്ഷെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അതല്ല അതിന്റെ കാരണമെന്ന്. പക്ഷെ തീർച്ചയായിട്ടും ആദ്യം പറഞ്ഞ പോലെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലിയാണ്. വളരെ കുറച്ച് മതി, എത്രയോ ഇരട്ടി കുറച്ച് വെള്ളം മതി അത് ഉൽപ്പാദിപ്പിക്കാൻ, ചെറിയ സ്ഥലം മതി. ഇന്ന് ചില ആദിവാസി ഗോത്രങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ഇതുപോലുള്ള മില്ലറ്റുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അവരെ ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട്. പക്ഷെ അതിനൊക്കെ എത്രമാത്രം പ്രോത്സാഹിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ വളരെ ചോദ്യമാണ്. എങ്കിലും മില്ലറ്റ് എന്ന് പറയുന്ന ആ ഒരു ഭക്ഷണക്രമത്തെ തീർച്ചയായിട്ടും എല്ലാവരും സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷെ രുചി കുറവാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, നമ്മൾക്കൊക്കെ അതിനകത്ത് പുറകോട്ട് പോകാൻ പ്രധാനപ്പെട്ട ഒരു കാരണം രുചി. ഒരു രീതിയിൽ അതിനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അത് കഞ്ഞിയായിട്ട് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചു കുടിക്കുക എന്നുള്ള ഒരു രീതി തന്നെയാണ്. പക്ഷെ നല്ല കറികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ണടച്ച് കുടിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമ്മള് സാധാരണ അവലംബിക്കുന്ന ഒരു ഭക്ഷണ രീതിയിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായി, എന്നാൽ ഒത്തിരി ഗുണപ്രദമായിട്ടുള്ള, എന്നാൽ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള വളരെ നല്ല ഒരു ഭക്ഷണ ശൈലി, ഒരു രീതി തന്നെയാണ് മില്ലറ്റിലൂടെ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങൾ ഇവിടെ കൃത്യമായിട്ട് പറയാം. സൻസാർ വളരെ മനോഹരമായി അവതരിപ്പിച്ചു. ഒത്തിരിയും എന്തായാലും പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻപുട്ട് ഉള്ള ഒരു കണ്ടന്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ആ ഒരു കണ്ടന്റ് വെച്ച് ഒരു ദിവസത്തെ ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് ഒരു ക്ലാസ്സിലൂടെ ഞാൻ കണ്ടതാണ്. കാരണം നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അഡ്വാൻറ്റേജസും, പിന്നെ ഇത് കമ്പൈൻ ഉണ്ടാകുന്നുണ്ട്. ഈ പറയുന്ന മില്ലറ്റുകൾ കമ്പൈൻ ചെയ്തൊക്കെ കഴിക്കുന്ന, ഒന്നിച്ച് ഒരു ബോധവും ഇല്ലാതെ കാണുന്നതൊക്കെ എടുത്തിട്ട് എന്താ പറയുന്നത് കോക്ടെയിൽ എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട്. അതൊക്കെ വളരെയധികം ദൂഷ്യം ചെയ്യുമെന്നൊക്കെ ഒത്തിരി മനസ്സിലാക്കാൻ പറ്റുന്ന ഇതൊരു അവയർനെസ് ആണ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനിയും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പെട്ടെന്ന് ഒരു ക്ലാസ് കൊണ്ട് തീരുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിവേ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. എല്ലാവരും തന്നെ മില്ലറ്റ് യൂസ് ചെയ്യുന്നവരായിരിക്കും. വളരെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എനിക്ക് തോന്നുന്നു വിൻസെന്റ് സാർ ഇന്ന് റെഡിയാണ്. സാർ പറഞ്ഞു. വിൻസെന്റ് സാർ പറയുക. സംശയം ചോദിക്കണ്ടേ, മില്ലറ്റ് കഴിക്കുമ്പോ എന്തെങ്കിലും പറ്റാത്തതുണ്ടോ? ഈ മോരും മുതിരയും പറ്റില്ല അങ്ങനെയൊക്കെ പറയല്ലോ, അതേപോലെ മില്ലറ്റ് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുമ്പോ പറ്റാത്ത ഇതുണ്ടോന്ന് ഭക്ഷണം കോമ്പിനേഷൻ അല്ലേ? കോമ്പിനേഷൻ. അങ്ങനെ ഒരു കോമ്പിനേഷൻ അറിവില്ല. അങ്ങനെ ബിരുദാഹാരത്തിൽ പെടുന്നതൊന്നും ഇല്ല. ഞങ്ങള് പ്രകൃതി ജീവനത്തിലാണ് ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട്, ഒരു 10 വർഷമൊക്കെ ആയി. അപ്പൊ അതിൽ മില്ലറ്റ് ആണ് സജസ്റ്റ് ചെയ്തത് ഡോക്ടർ. ഭക്ഷണേ ഒരു നേരെങ്കിലും കഴിക്കാൻ പറഞ്ഞു. പിന്നെ പച്ചക്കറിയും പഴങ്ങളും. പ്രകൃതി ജീവനം അസുഖവുമായിട്ട് ബന്ധപ്പെട്ടാണോ അങ്ങനെ പറഞ്ഞാ ചോദിച്ചു? അല്ല, അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാ. ശ്രദ്ധിക്കാലോ. ഒരു തരത്തിലുള്ള മില്ലറ്റ് മാത്രം റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതിന് പകരം 2 ദിവസം അതിങ്ങനെ മാറി മാറി റാഗിയും ചോളവും തേനയും ഇങ്ങനെ മാറി മാറിയിട്ട് ഉപയോഗിക്കല്. പത്തിരിയും പിട്ടൊക്കെ ഉണ്ടാക്കും. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, വിൻസെന്റ് സാർ പറയും. അൺമ്യൂട്ട് സാർ, അൺമ്യൂട്ട്. താങ്ക് യു തരൻ സാർ. ഞാൻ വളരെ നാളായിട്ട് മില്ലറ്റ്സിനെ കുറിച്ച് കേൾക്കാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. കാരണം കഴിഞ്ഞ 5-6 മാസമായിട്ട് ഞാൻ മില്ലറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഒരു മില്ലറ്റ് ഉപയോഗിക്കണ്ടായിരുന്നുള്ളൂ, കോഡോ മില്ലറ്റ്. എനിക്ക് ഷുഗർ കുറച്ച് കൂടിയതായി. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ആരാണ്ട് സജസ്റ്റ് ചെയ്തു മില്ലറ്റ്സ് കഴിക്കുകയാണെങ്കിൽ അത് ഒരു ചെറിയൊരു പെർസെൻറ്റേജ് കുറയ്ക്കാൻ പറ്റുന്ന. എനിവേ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു സിസ്റ്റമാറ്റിക് രീതിയിലുള്ള ഒരു ജീവിത ശൈലി കൂടെ ആയപ്പോൾ ഇപ്പോൾ കുറഞ്ഞു. ഓൾമോസ്റ്റ് അത് ഇൻസുലിൻ എടുക്കേണ്ട വരുന്നില്ല. ഇൻസുലിൻ എടുത്തിരുന്നു, ഇൻസുലിൻ എടുക്കാണ്ട് തന്നെ ഏതാണ്ട് നോർമലാണ് ബ്ലഡ് ഷുഗർ. പക്ഷേ ഇപ്പൊ കോഡോ മില്ലറ്റ്സിനെ കുറിച്ച് മാത്രമേ എനിക്ക് അറിയില്ലായിരുന്നു. സാറ് കുറെ മില്ലറ്റ്സിനെ കുറിച്ച് പറഞ്ഞു തന്നു. അതിൽ പോർസോ മില്ലറ്റ്, ബാണിയാർഡ് മില്ലറ്റ്, ദെൻ ലിറ്റിൽ മില്ലറ്റ്, ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇതെല്ലാം എനിക്ക് യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ക്യാൻ ഐ യൂസ് ഒരു ദിവസം പോർസോ മില്ലറ്റ്, ഒരു ദിവസം ബാണിയാർഡ് മില്ലറ്റ്, ഒരു ദിവസം കോഡോ മില്ലറ്റ്, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ സാറ്? മാറി മാറി യൂസ് ചെയ്യാം.
ആ അതാണ് നല്ലത്. ഓക്കെ, ഞാനിപ്പോ ഒരു മില്ലറ്റ് മാത്രമേ കഴിക്കുന്നുള്ളൂ. ഈ മാറി മാറി ഉപയോഗിക്കാമല്ലോ അല്ലേ? ആ ശരിക്കും മില്ലറ്റിനെ സൂപ്പർ ഫുഡ് എന്നുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ കയ്യിലുള്ള ശക്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതാണ്. അപ്പൊ ഒരു ആനയ്ക്ക് ശക്തി അറിയില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനെ ഒരു റിതമിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസുലിന്റെ ആവശ്യമൊന്നും വരില്ല. ഇപ്പോ റീസെന്റ് എൻ്റെ ഒരു ക്ലയന്റ് ഡയറ്റ് പാറ്റേൺ ഒന്ന് മാറ്റി, അതുപോലെ തന്നെ ഓൾമോസ്റ്റ് 10 ദിവസം ആവുന്നുള്ളൂ. അപ്പൊ ആ മില്ലറ്റിന്റെ ഡയറ്റും കൂടി കൊണ്ടുവന്നപ്പോഴേക്കും, മില്ലറ്റും കൂടി ഭക്ഷണത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും അദ്ദേഹത്തിന്റെ 370 ഉണ്ടായിരുന്ന ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഇപ്പൊ 75 ആണ്. എന്റെ 200 ഇൻസുലിൻ മുകളിലായിരുന്നു ഫാസ്റ്റിംഗ്. ഉം. അബൌട്ട് 200ഉം PPBS 300 മുകളിലായിരുന്നു. ഇപ്പൊ ഇന്ന് ഞാൻ കാലത്ത് നോക്കിയപ്പോ 92 FBS ആൻഡ് PPBS 158 സംതിങ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഇതാണ് നടക്കാൻ ഞാൻ പോകുന്നത്. പറഞ്ഞ നമ്മുടെ ആനയുടെ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതാ ഞാൻ അറിയാനായിട്ട് ആഗ്രഹിച്ച സാറ്. അത് പക്ഷെ സാറിന് ആ ഒരു മേ ബി ഈ ഇപ്പോഴും തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ഉള്ളിലുള്ള മാറ്റങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കില്ല. മേ ബി ഈ ഒരു പാറ്റേണിൽ നെക്സ്റ്റ് 6 months പോകുമ്പോഴേക്കായിരിക്കും നമ്മുടെ ഹോർമോൺ റെഗുലേഷൻ നടക്കുക, ഹോമിയോസ്റ്റാസിസ് നടക്കുക. അപ്പൊ അതുകൂടി നടക്കുമ്പോഴാണ് പിന്നീട് ശരീരം തന്നെ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, മില്ലറ്റ്സ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 6 മാസം സുഷുപ്തിയിൽ ഇരുന്ന് കഴിഞ്ഞാല് കറക്റ്റ് ബോഡി ആ പ്രോസസ്സിലേക്ക് എത്തത്തുള്ളൂ അല്ലെ എന്ന് വേണം ചിന്തിക്കാൻ. അല്ലാതെ ഇന്ന് കഴിച്ചിട്ട് അടുത്ത ആഴ്ചത്തേക്ക് മാറണമെന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ലാതെ ഉച്ചയ്ക്കും വൈകിട്ടും കഞ്ഞിയാണ്, മില്ലറ്റ്സിന്റെ കഞ്ഞിയാണ് കുടിക്കണേ. കാലത്ത് പിന്നെ ഇഡ്ഡലിയോ ദോശയോ മറ്റേ സാധാരണ നമ്മുടെ അരിയുടെ അത് കഴിക്കും. ചിലപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കും. ബാക്കി ഉച്ചയ്ക്കും വൈകുന്നേരവും. പക്ഷെ ഇനിയിപ്പോ വൈഫിനോട് പറഞ്ഞ സോക്ക് ചെയ്യുന്നത് എത്ര മണിക്കൂർ സോക്ക് ചെയ്യുന്നത് കാര്യം സാർ പറഞ്ഞു 8 to 12 hours അത് അത്രയങ്ങ് നോക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഒരു 4 to 8 hours തീർച്ചയായിട്ടും സോക്ക് ചെയ്യാം എല്ലാ മില്ലറ്റും. അത് തന്നെ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള കോഡോ മില്ലറ്റ് ഒക്കെ 12 മണിക്കൂർ വരെ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലത്. വിൻസെന്റ് സാർ എത്ര നാളായി ഉപയോഗിക്കുന്നു? ഞാനൊരു 5-6 മാസമായി. ഓക്കെ, അപ്പൊ റിസൾട്ട് ആയില്ലേ? ഓക്കെ, രാജു സാർ പറയും. രാജു സാർ. ഗുഡ് ഈവനിങ് സാറ്. വിൻസെന്റ് സാർ പറഞ്ഞ പോലെ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തത്. ആ പ്രതീക്ഷ വളരെയധികം അർത്ഥവത്തായി തീർന്നു. ഈ മില്ലറ്റ്സിനെ കുറിച്ച് നല്ലൊരു അറിവ് ലഭിച്ചു. തീർച്ചയായിട്ടും മില്ലറ്റ്സ് ആരോഗ്യപ്രദമാണെന്ന് നേരത്തെ കേട്ടിട്ടുണ്ട്. ഈ റാഗിയൊക്കെ ഉപയോഗിക്കാറുണ്ട്, കാരണം ഷുഗറുള്ളതുകൊണ്ട് റാഗിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. റാഗിക്ക് എനിക്കൊന്ന് വില കുറവാണ്. മറ്റു മില്ലറ്റ്സ് പക്ഷേ വില കൂടുതലാണെന്നാണ് അപ്പം സാർ പറഞ്ഞത്. എന്നാൽ വില കൂടുതലാണെങ്കിൽ നമ്മൾ കുറച്ചല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. അതായത് കുറച്ച് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറഞ്ഞായിട്ട് നമുക്ക് തോന്നും. അത് കുറച്ച് കഴിക്കുന്നത് നമുക്ക് കൂടുതൽ ഗുണമുണ്ടാകുന്നത് ഈ പറയുന്ന അരിയും ഗോതമ്പിനേക്കാളും എനിക്ക് തോന്നുന്നത് ലെസ് എക്സ്പെൻസീവ് ആണ് ഈ പറയുന്ന മില്ലറ്റ്സ്. നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ അരിയും ഗോതമ്പ് കൂടുതൽ ഉപയോഗിക്കത്തില്ലേ. അതൊന്ന്. പിന്നെ കുതിരവാലി രണ്ട് മില്ലറ്റ് പറഞ്ഞു. ഒന്ന് പിന്നെയും മറ്റേത് കുതിരവാലി എന്നുള്ള പേര് തന്നെ. അപ്പൊ രണ്ടിനും ഫോക്സ് ടെയിൽ എന്നാണ് പറഞ്ഞത്. ഫോക്സ് ടെയിൽ കുതിരവാലി മില്ലറ്റും പിന്നെ ഫോക്സ് ടെയിൽ തിനയും പറഞ്ഞു. ഇതിന്റെ കതിരിന്റെ ഷേപ്പ് കുതിരവാല മാതിരിയുള്ളതാണ്. രണ്ടിന്റെയും കതിരിന്റെ ഷേപ്പ് കുതിരവാല മാതിരി അല്ലെ? കതിരിന്റെ സാറ് പറഞ്ഞത് അല്ല, അതിന് കുതിരവാലി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് തിനയ്ക്കും പറയുന്നത് ഫോക്സ് ടെയിൽ ആണ്. ഒന്ന് ഹോഴ്സ് ടെയിലും മറ്റേത് ഫോക്സ് ടെയിലും ആണ്. ഹോഴ്സും ഫോക്സും മറ്റെന്താ? ഹോഴ്സ് കുതിര. ഫോക്സ് ടെയിൽ. ശരി. അതിന്റെ കതിരിന്റെ ഷേപ്പ് വെച്ചിട്ടാണ് പറഞ്ഞത്. അതെ. പിന്നീട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാനുള്ള, അതായത് ആക്ച്വലി ഫില്ലറ്റ്സിന്റെ കൂടെ ഈ പറയുന്ന ഉഴുന്നുപരിപ്പൊക്കെ മിക്സ് ചെയ്തിട്ട് അരിച്ചിട്ട് ദോശ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഉഴുന്നുപരിപ്പ് തീർച്ചയായും സാധാരണ അരി ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇത് ഉപയോഗിക്കാം. ഞാൻ അതിനകത്ത് മീൻസ് നമ്മളിവിടെ ഉണ്ടാക്കിയ ഇഡലി അത് ഉഴുന്നുകൂടി മിക്സ് ചെയ്തിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ അതിനിടയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഫംഗൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ ഉലുവ ഇട്ടിട്ട്
ഫെനുഗ്രീക്ക് ഉലുവ ഇട്ടിട്ട് വേണമെങ്കിൽ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ ചില മില്ലറ്റുകൾ നമുക്ക് അത്ര തന്നെ സ്യൂട്ടബിൾ ആവുന്നില്ലെങ്കിൽ അതിന് ഉലുവ പോലെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ അതിൽ ഉണ്ടാക്കിയ ഒന്ന് മോദക്കാണ്. ഈ മോദക്കിനകത്ത് നമ്മൾ വെജിറ്റബിൾസ് ആ വെച്ചിരുന്നത്. അതേ സമയത്ത് അതിനകത്ത് ഈവൻ സ്വീറ്റ്സ് വെച്ചിട്ടും ചെയ്യുന്ന ആൾക്കാരുണ്ട് പല രീതിയിൽ. എന്നാൽ അതിന്റെ മെയിൻ കണ്ടന്റ്, പുറത്തുള്ള കണ്ടന്റ് വരുന്നത് മില്ലറ്റിന്റെ പൗഡറാണ്. സാറേ ഏറ്റവും കുറവ് കാർബോഹൈഡ്രേറ്റ് കണ്ടത് തിനയ്ക്കകത്താണ് അല്ലെ? തിനയ്ക്കകത്ത് ഏറ്റവും കുറവ് 70%, 60% ബാക്കിയുള്ളതൊക്കെ കൂടുതലാണ്. അത് ഞാൻ കമ്പയർ ചെയ്ത് നോക്കി. അതുകൊണ്ടായിരിക്കും ഈ തിനയെന്ന് പറയുന്ന പക്ഷികൾക്കാണല്ലോ കൊടുക്കാറുള്ളത്. അതുകൊണ്ടായിരിക്കും പക്ഷികൾക്ക് അധികം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം. കുട്ടികൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനായിട്ട് അറിയപ്പെടുന്നില്ല. ഓക്കെ, ഞാൻ തമാശ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ തിന എന്ന് പറയുന്നത് ഏറ്റവും കുറവ് കാർബോഹൈഡ്രേറ്റ് ഉള്ള ഇതാണെന്ന് സാറിന്റെ കമ്പാരിസൺ ഞാൻ കണ്ടുപിടിച്ചു. തിന കൂടുതലായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നു. അതിനാണ് ഫോക്സ് ടെയിൽ എന്ന് പറഞ്ഞത്. ഫോക്സ് ടെയിൽ. അതെ, ഫോക്സ് ടെയിൽ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. സാബു സർ ജസ്റ്റ് ഒന്ന് അവിടുന്ന് മാറിയിട്ടുള്ള റോയ് സർ. സാറേ, ഈ മില്ലറ്റുകളുടെ പേര് കൊണ്ട് പിടികിട്ടാൻ വലിയ പാടാ. എങ്കിലും ഈ റാഗിയും മറ്റേ അകലെയുള്ള കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട്. ഇതൊക്കെ പണ്ട് കാരണവന്മാര് സൂക്ഷിച്ചു വെക്കുകയും പല കാര്യങ്ങൾ പറഞ്ഞ് ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ അംഗൻവാടി മുഖേന ഈ പ്രഗ്നന്റ് ആയ പ്രസവം മുതൽ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് റാഗി പൗഡറും ഈ അമൃതം പൊടി എന്നും പറഞ്ഞ് ഫ്രീ ആയിട്ട് അംഗൻവാടി മുഖേന സപ്ലൈ ചെയ്യുന്നു. ഞാൻ ഏതായാലും ഈ റാഗി കുറുക്കി ഒന്ന് കുടിക്കുന്ന ശീലം വന്നപ്പോൾ, ഞാൻ ഡയബറ്റിക്കാണ്, പക്ഷെ പെട്ടെന്ന് ഡയബറ്റിക്ക് സാധാരണ അളവിൽ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്ന ആൾക്ക് ഷുഗർ കുറഞ്ഞു പോകുന്ന അനുഭവം ഉണ്ടായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് റാഗിക്ക് ഇങ്ങനെ ഒരു ഗുണമുണ്ട്. പെട്ടെന്ന് ഇത് ഷുഗറിന്റെ കണ്ടു കുറച്ച് അതിന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായി. പിന്നെ ഈ സാധാരണ വരുന്ന ഈ കാര്യങ്ങളൊന്നും ഇപ്പൊ ഇവിടെ മാർക്കറ്റിൽ ചെന്ന് പേര് പറഞ്ഞാൽ കിട്ടില്ല. ഓരോ ഇതും സാറ് പറഞ്ഞ പേരൊന്നും ആയിരിക്കില്ല, വേറെ പേരുകളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പേരൊക്കെ ആയിട്ട് ഒത്തുപോകാൻ വലിയ പാടാണ്. ഏതായാലും ഈ മില്ലറ്റ്സിനെ കുറിച്ച് ഈ അടുത്ത കാലത്തുണ്ടായ പഠനമാണെന്ന് എനിക്ക് തോന്നുന്നു. കേന്ദ്ര സർക്കാരിന്റെ മുഖേന ഈ ഹെൽത്ത് സെന്റർ മുഖേന ഇവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഫ്രീ ആയിട്ട്. അത് പലരും ഉപയോഗിക്കുന്നുണ്ട്, വളരെ നല്ലതാണെന്ന് പറയുകയും ചെയ്തു. കുട്ടികൾക്ക് അത്ര ഒന്നും സാധനം വേണ്ട. അപ്പൊ പ്രായമായവരും മറ്റവരൊക്കെ ഒരു നേരത്തെ ഭക്ഷണമായിട്ടൊക്കെ ഉപയോഗിക്കുന്നവർ പറഞ്ഞു, ഉപയോഗിച്ച് നോക്കൂ, ഇത് ബെസ്റ്റാണ്, ഞാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഡയലോഗുകാരൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാനിത് ശ്രദ്ധിച്ചത്. ഏതായാലും റാഗിക്ക് കുടിച്ചാൽ ഡയബറ്റിക്കിന്റെ ഇത് കുറയും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതെന്റെ അനുഭവത്തിൽ നിന്നിരിക്കുന്നത്. ഓക്കെ സാർ, ഏതായാലും ഇങ്ങനെ ഈ മില്ലറ്റ്സിനെ കുറിച്ച് പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കുന്നതിന് സലിൽ സാറിന്റെ ഈ ക്ലാസ് വളരെയധികം യൂസ്ഫുൾ ആയി. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സർ. ഫ്ലാക്സ് സീഡ് ഇതിൽ പെട്ടതല്ലേ? ഫ്ലാക്സ് സീഡ് സീഡാണ്. അത് ഇതിൽ വരുന്നില്ലല്ലേ? അത് ഡോക്ടറെ കഴിക്കാൻ പറഞ്ഞിരുന്നു ഞങ്ങളോട്. അതില് ഒമേഗ 3, ഒമേഗ 6 ഫാറ്റി ആസിഡ്സ് ഉള്ളത് കൊണ്ടാണ് പൊതുവെ അത് കഴിക്കാൻ പറയുന്നത്. അത് കഴിക്കാല്ലേ എന്നാല്? അത് രണ്ടും ഒന്നല്ല. സാറേ, ഗോതമ്പിനകത്ത് ഗ്ലൂട്ടൻ കൊണ്ടുള്ള ദോഷം എന്താ? ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാരാണ് ഇപ്പോൾ കൂടുതൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിനകത്ത് പലതരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോ മൈദയാണെങ്കിലും അല്ലെങ്കിൽ ഈവൻ നമ്മുടെ നോർമൽ ചപ്പാത്തി ഗോതമ്പ് പൊടി ആണെങ്കിലും ബാർലി ആണെങ്കിലും ഒക്കെ ഇതിനകത്തുള്ള ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഉള്ള അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഓൾറെഡി ഒരുപാടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അത് ഒട്ടും യോജിക്കണമെന്നില്ല. അപ്പോ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഗട്ട് മൈക്രോബയോമിനെ പറ്റി. സെൻസിറ്റിവിറ്റി വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം എഫക്റ്റ് ആവുന്ന ഒരു വർഗം അല്ലെങ്കിൽ ഒരു വിഭാഗമാണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള മൈക്രോബയോ. ആ മൈക്രോബയോട്ട ആ ചെറു ജീവികൾക്ക്
പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പല രീതിയിൽ നമ്മുടെ ശരീരത്തിനെ എഫക്ട് ചെയ്യും, ഇൻക്ലൂഡിങ് അവരുണ്ടാക്കുന്ന ന്യൂട്രീഷന്റെ അളവിൽ മാറ്റം വരും, അതല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ, ബ്രെയിനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ മാറ്റം വരും. ഇതിനെ പറ്റിയിട്ട് നേരത്തെ സംസാരിച്ചതാണ്. ബട്ട് ഗ്ലൂട്ടൻ ഡയറക്ട്ലി ആ ഒരു സെൻസിറ്റിവിറ്റി ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതെല്ലാവർക്കും യോജിക്കണമെന്നില്ല. പ്രത്യേകിച്ച് കൂടുതൽ പ്രാവശ്യം ഒരേപോലെയുള്ള ഭക്ഷണങ്ങൾ. പോയിസൺ ആവുന്നത്, നല്ല വിഷം ഏതാണെന്ന് ഒരാൾ ഇതിനിടയിൽ എന്നോട് ചോദിച്ചു. പോയിസൺ ആവുന്നത് അതിന്റെ എത്ര ചെറിയ അളവിൽ കയറുമ്പോൾ തന്നെ അത് എത്രയും മോശം എഫക്റ്റ് തരുന്നു എന്നുള്ളതിനെ വെച്ചിട്ടാണ്. എന്ന് വെച്ച് അതൊന്നും അല്ലാത്ത കാർബോഹൈഡ്രേറ്റ് പോയിസണസ് ആയിട്ടുള്ള രീതിയിലേക്ക് ചില ആൾക്കാരുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ഗ്ലൂട്ടൻ ആയാലും അമിതമായാൽ അമൃതം വിഷം. ആ ആധിക്യത്തിലേക്ക് പോകാതിരിക്കാൻ ഗ്ലൂട്ടനാണെങ്കിലും അത് വളരെ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുത്തിട്ട് നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അല്പമൊക്കെ ആണെങ്കിൽ ശരീരം അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ സാർ, നമ്മൾ പാലക്കാട് ശരിക്കും പറഞ്ഞാൽ ഈ മില്ലറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളുണ്ടോ, ലഹന്നാൻ സാർ? കൾട്ടിവേറ്റ് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്ന അട്ടപ്പാടി മേഖലകളിൽ ഈ മില്ലറ്റ്സിൻ്റെ ഒരു പ്രധാന താവളം തന്നെയാണ്. ഈ അടുത്ത കാലത്താണ് ഒരു പക്ഷെ ഞാനത് ഉപയോഗിച്ച് തുടങ്ങിയത്. ഷുഗർ എന്നോട് ഇനി ബാക്കിയൊന്നും വേണ്ട, മതി എന്ന് നിർദ്ദേശിക്കും പോലെ തോന്നി. ഈ വീട്ടിൽ നിന്ന് കൂടുതൽ 3 നേരം ചോറ് തരുന്ന അവസ്ഥയിലും സന്തോഷകരമല്ല എന്ന് തോന്നിയപ്പോൾ ആൾട്ടർനേറ്റീവ് കിട്ടിയതാണ്. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ഇന്നാണ് സോക്ക് ചെയ്ത് ഇത്രയും മണിക്കൂറുകൾ സോക്ക് ചെയ്തിട്ട് വേണം അത് ഉപയോഗിക്കാനെന്ന് പറഞ്ഞത്. അപ്പോൾ ശ്രീമതി അടുത്തുണ്ട്, ഞാൻ ചോദിച്ചു എത്ര നേരം ഇടും? അത് ചിലപ്പോൾ ഒരു അരമണിക്കൂർ. ഞാൻ പറഞ്ഞു പോരാ സാറിങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് നാളെ മുതൽ അങ്ങനെ ചെയ്യും. എൻ്റെ കേസിൽ ഞാൻ ഉച്ചക്ക് എന്തായാലും നിർബന്ധമായിട്ടും ചോറ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അളവ് ഇപ്പോൾ കുറച്ചിട്ടുണ്ടെന്നെങ്കിലും ഈ നമ്മുടെ മില്ലറ്റ്സിൽ വരകും, അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന റാഗി, റാഗി പുട്ടാണ് നമ്മുടെ മാസ്റ്റർ പീസ്. അത് കഴിച്ചാൽ ഓക്കെ. ഷുഗർ ഇങ്ങനെ ഒരു വിധത്തിൽ ഇങ്ങനെ കടന്നു പോവുകയാണ്, വല്ലാതെ കൂടുന്നില്ല എന്നാൽ വല്ലാതെ കുറയുന്നുമില്ല. ഇത് കഴിച്ചതിൻ്റെ ഒരു ഫലമെന്ന് പറയുന്നത് അധികം ആഹാരം വാസ്തവത്തിൽ ഇപ്പോൾ എടുക്കുന്നില്ല. ഇത് മതി എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമായിരുന്നു. ഞാൻ ചെയ്യുന്ന ഇന്നിപ്പോൾ ഈ റാഗി പുട്ട് കഴിച്ചെങ്കിൽ അടുത്ത ദിവസം കഞ്ഞിയായിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ കഴിക്കും, രാത്രിയും കഞ്ഞി കഴിക്കും. പിന്നെ പച്ചക്കറി പച്ചയായിട്ട് അങ്ങനെയൊന്നും കഴിക്കാറില്ല, അത് എൻ്റെ സ്വഭാവത്തിൻ്റെ വ്യത്യാസമായിരിക്കും. എന്തായാലും ഒത്തിരി എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു പ്രഭാഷണമാണ് ഇന്ന് സാറ് കാഴ്ചവെച്ചത്. കാരണം ഇതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് ചിന്തിക്കാത്തൊരവസ്ഥയാണ്. ഓക്കെ സാർ, താങ്ക് യു. എത്ര മണിക്കൂർ സോക്ക് ചെയ്യണമെന്ന് ചോദിച്ചിരുന്നു, അത് പിന്നെ വിട്ടുപോയി. അത് സാധാരണഗതിയിൽ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള മലഞ്ചാമ, തെന, റാഗി അല്ലെങ്കിൽ കുതിരവാലി, ഓസ്ട്രേലിയ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒരു 8 to 12 hours സോക്ക് ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ കമ്പാരിറ്റീവ്ലി ഫൈബർ കണ്ടന്റ് കുറഞ്ഞതാണെങ്കിൽ അതൊരു 4 to 6 hours സോക്ക് ചെയ്താലും മതി. ബട്ട് ഒരു ആവറേജ് 2 മണിക്കൂറിൽ കൂടുതൽ എല്ലാ മില്ലറ്റും സോക്ക് ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കാം, മിനിമം 2 മണിക്കൂർ. ആൻഡ് ഇമ്മീഡിയറ്റ്ലി അപ്പൊ തന്നെ എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മീൻസ് അത്രയും സമയം ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ്ലി അത് ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ പൗഡർ ചെയ്തിട്ട് പിന്നെ ഉപയോഗിക്കാം. പൗഡർ ചെയ്തിട്ട് സോക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും. റാഗി പുട്ടെന്ന് പറയുന്ന പൗഡർ ചെയ്തിട്ടില്ലേ? റാഗി പുട്ട് പൗഡർ ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് ചെയ്യാം അല്ലേ? അരമണിക്കൂർ ജസ്റ്റ് അല്ല, നല്ലോണം വെള്ളം അത് കുടിക്കും. വെള്ളം കുടിക്കും. പക്ഷേ എത്ര സമയം വെക്കണം? അതും 1 to 2 hours വയ്ക്കണം. പൊടിച്ചതാണെങ്കിലും 1 to 2 hours വരും. സാറ് പുട്ടിന്റെ കൂടെ
പഴമാണ് കഴിക്കുന്നത് അതോ കടലയാ? എന്തുകൊണ്ട്, എന്താ കറിയായിട്ട് കടലയാണോ? സാർ, പഴം തൊട്ട് കഴിക്കുക എന്നൊരു പരിപാടി എനിക്കുണ്ട്. കാരണം കൂടുതൽ കഴിക്കുന്നതിന് പകരം നോക്കിയിരിക്കുക, ഇടയ്ക്ക് ഒരു ചെറിയ തുണ്ട് നാക്കിന്റെ ടേസ്റ്റിന് വേണ്ടി. അങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു നമ്മുടെ ആരോഗ്യത്തെ പ്രതി. ഓക്കെ സർ. സാറ് ഒരു സംശയം. ഈ മില്ലറ്റ്സ് കഴിക്കുമ്പോൾ നമ്മുടെ 2 ഹോർമോൺസ് ഉണ്ടല്ലോ, ലെപ്റ്റിൻ, ഗെർലിൻ, അതിന്റെയൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ വളരെ കൃത്യമായിട്ട് നടക്കുമെന്ന് പറഞ്ഞാൽ ശരിയാവും? വിശപ്പ് കുറയുന്നു, വിശപ്പിന്റെ ആവശ്യകത, അല്ലെങ്കിൽ വിശപ്പ് വരുമ്പോൾ പറയുകയും വിശപ്പില്ലാത്തപ്പോൾ വയറ് നിറഞ്ഞു കഴിയുമ്പോൾ കൃത്യമായിട്ട് ലെപ്റ്റിനൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ശരിയാണോ? ആക്ച്വലി അത് ഡയറക്റ്റ് ലെപ്റ്റിൻ ഗ്രലിനെ അല്ല കൺട്രോൾ ചെയ്യുന്നത്. മില്ലറ്റ്സ് നമുക്കൊരു ഫുൾനെസിന്റെ എഫക്ട് തരുന്നത് ആമാശയം മുതൽ തന്നെയാണ്. മീൻസ് അത് കൂടുതൽ വെള്ളം സോക്ക് ചെയ്തിട്ട് വലുതാവുകയാണ് ചെയ്യുന്നത്. ആൻഡ് അത് കണ്ടിന്യൂസ്ലി നമുക്ക് ഇൻസുലിന് വേണ്ട, ഇൻസുലിൻ വേറൊരു ഹോർമോൺ അല്ലേ. ഇൻസുലിൻ എന്താ വേണ്ടത്? ഷുഗർ വേണം, അല്ലെങ്കിൽ ഷുഗർ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻസുലിൻ വരും ബ്ലഡിലേക്ക്. അപ്പം ഈ ഷുഗർ മോളിക്യൂൾസ് ബ്ലഡിലേക്ക് പോകുന്നതിന്റെ പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യും. ഇത് മെസ്സേജ് കൊടുക്കുന്നത് നമ്മുടെ ബ്രെയിനിലേക്ക്, ഹൈപ്പോതലാമസിലേക്കാണ്. അപ്പൊ ഈ ഹൈപ്പോതലാമസ് ആണ് എഗെയിൻ നമ്മുടെ ആമാശയത്തിനോട് പറയുന്നത് ലെപ്റ്റിൻ ഇപ്പോഴുണ്ടാക്കണം, അല്ലെങ്കിൽ ഗ്രലിൻ ഇപ്പോഴുണ്ടാക്കണം. എന്നിട്ട് അതേ ലെപ്റ്റിൻ തന്നെ തിരിച്ച് ഹൈപ്പോതലാമസിന് മെസ്സേജ് കൊടുക്കും, എനിക്കിപ്പോ മാറിയത്. മൊത്തം ഹോർമോണുകളൊക്കെ കൂടിയിട്ട് ഒരു കളിയാണ്. പക്ഷെ ഈ കളിയെ നല്ല രീതിയിൽ കൊണ്ടു നടത്താൻ വേണ്ടിയിട്ട് ഫൈബർ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. മില്ലറ്റ് ഹെൽപ്പ് ചെയ്യും, ബട്ട് മില്ലറ്റിലെ തന്നെ ആ ഫൈബർ പോർഷൻസ് ആണ്. സോലബിൾ ഫൈബറിനെയും ഇൻസോലബിൾ ഫൈബറിനെയും പറ്റിയൊക്കെ ഒത്തിരി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കാർബോഹൈഡ്രേറ്റ് എടുത്ത സമയത്തൊക്കെ. ആക്ച്വൽ സോലബിൾ ഫൈബർ നമ്മുടെ ശരീരത്തിനകത്തുള്ള ബാക്ടീരിയയുടെ ഫുഡ് കൂടിയാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട ചില ഫൈബർ വരുന്നതാണ് പെക്റ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഫൈബറുകൾ നമ്മുടെ ബാക്ടീരിയകൾക്ക് വേണ്ട ഫുഡ് കൊടുക്കുന്നത് കൂടാതെ ഇൻസോല്യൂബിൾ ഫൈബർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കവറിങ് കൊടുക്കുന്നതും, അല്ലെങ്കിൽ അതിനെ ആ പ്രോസസ്സ് മീൻസ് പെരിസ്റ്റാൾസിസ്, നമ്മുടെ വയറിനകത്തുള്ള മൂവ്മെന്റ് സ്ലോ ഡൗൺ ചെയ്യുന്നതൊക്കെ. അതാണ് പിന്നീട് എന്റെ ശരീരത്തിൽ ഇപ്പോഴും ഭക്ഷണമുണ്ട്. ഭക്ഷണം ഓൾറെഡി ശരീരത്തിലുള്ള സമയത്ത് നമുക്ക് ഈ ഗ്യാസ് നിറഞ്ഞിട്ടുള്ള ഫുൾനെസ് അല്ല ഉള്ളത്, കഴിച്ചിട്ട് മതി വന്നതിന്റെ ഫുൾനെസ് ആണ്. അങ്ങനെയാണ് ആ ഒരു സാച്ചുറേഷൻ വർക്ക് ചെയ്യുന്നത്. സോ ലെപ്റ്റിനും ഗ്രലിനും നേരിട്ട് ഈ ഫൈബറോ അല്ലെങ്കിൽ മില്ലറ്റ്സോ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ അതിന്റെ പ്രോസസ് ആസ് എ ഹോൾ ആണ് അതിന് എഫക്ട് കിട്ടുന്നത്. പ്ലസ് ഈ ലെപ്റ്റിൻ ഉണ്ടാക്കുന്നത് കുറെയൊക്കെ നമ്മുടെ ആമാശയത്തിന് അതുപോലെ തന്നെ കുടലിന്റെ ഭിത്തികളിൽ നിന്നൊക്കെയാണ്. അപ്പൊ ഈ ഭിത്തികളില് അവിടെ ഓൾറെഡി ഫുഡ് ഉണ്ടെങ്കിൽ അതിനെന്താ തോന്നുക? അങ്ങനെയൊക്കെ എഫക്റ്റ് ഉണ്ട്. സാറേ നമസ്കാരം. നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ അതുണ്ടല്ലോ സാറേ, പിന്നെ ഈ തിന പക്ഷികൾക്ക് കൊടുക്കുന്നല്ലേ? മില്ലറ്റ് കഴിക്കുന്നുണ്ടോ? ആ, മില്ലറ്റ് കഴിക്കാറുണ്ട് സാറേ. ഞങ്ങളന്ന് വയനാട് പോയിട്ടുണ്ടായിരുന്നു. വയനാട് പോയിട്ട് വരുമ്പോ കുറെ വാങ്ങിക്കുകയും ചെയ്തു. അപ്പം സംഭവം നല്ലതാണ്, കാരണം നമുക്ക് പിന്നെ ദഹനം വേഗം നടക്കും. വയറിനൊരു കനം തോന്നൂല. അരി ഭക്ഷണം കഴിക്കുന്ന പോലെ എല്ലാ നേരവും അല്ല, രാത്രിയിൽ നിർബന്ധമായിട്ടും മില്ലറ്റ് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ സാറേ ഈ തിന ഉണ്ടല്ലോ സാറേ, ഇത് അതിന്റെ തൊലി കളഞ്ഞിട്ട് കഴിക്കണം എന്ന് പറയുന്നത് ശരിയാണ് സാറേ? മിക്കവാറും എല്ലാ മില്ലറ്റ്സിന്റെയും തൊലി പോകുന്നതാണെങ്കിൽ അത് പോയിക്കോട്ടെ. പക്ഷെ മേജർ മില്ലറ്റിൽ വരുന്നതല്ല. മേജർ മില്ലറ്റിൽ വരുമ്പോഴാണ് അതിന്റെ തൊലി പെട്ടെന്ന് തന്നെ പോകുന്നത്. ഓക്കെ. പിന്നെ തിന പക്ഷികൾക്ക് മാത്രമല്ല, തിന നമുക്ക് കഴിക്കാൻ പറ്റുന്ന. അതെ സാറേ, പക്ഷെ നമ്മള് അതിന്റെ ഗുണം എനിക്ക് ഒരുപാട് നല്ലതെന്ന് തോന്നാൻ കാരണം, പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നോണ്ട് കുട്ടികൾക്ക് ചെറുപ്പത്തില്
സ്ഥിരം 2 വയസ്സ് വരെ മുത്താറി അരച്ചിട്ട് കുറച്ച് പിന്നെ ഇതെല്ലാം ഇട്ടിട്ട് കൊടുത്തിരുന്നു. കൽക്കണ്ടം ഇട്ടിട്ട് ശരിക്കും നല്ല പോലെ അവർ കഴിക്കുകയും ചെയ്തു. അവർക്ക് അതിനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു. തടിയല്ല, നല്ല ഹെൽത്തി ആയിരുന്നു അവര്. ശരിക്കും 2 വയസ്സ് വരെ രണ്ടുപേരും കഴിച്ചിരുന്നു. പൊതുവെ കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് നല്ലതാണ്. നല്ലതാണ് സാറേ. അത് നല്ല ടേസ്റ്റ് ആണ് സാർ. ഈ രാഗി നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിട്ട്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു മാം. സാബു സാറ് ചോദിച്ചായിരുന്നു ഞാൻ എത്ര നാളായി കഴിക്കണമെന്ന്. ഏതാണ്ട് 1 കൊല്ലമായി. ഞാൻ മിസ്സിനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് 6 മാസമല്ല, ഏതാണ്ട് 1 കൊല്ലമായിട്ട് കഴിക്കാറുണ്ട്. ശരി, ശരിക്കും അത് ഒരു നല്ല പാറ്റേൺ ആണ്. നമ്മുടെ ഫുഡും നമ്മുടെ ഡയറ്റും ഒക്കെ കൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നതെങ്കിൽ അതൊക്കെ ഫുഡും ഡയറ്റും എക്സസൈസും ഒക്കെ മാറ്റി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ പോവുകയും ചെയ്യും. അത്രയും സമയം വേണമെന്നുള്ളതാണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? സുനിൽ സാറേ, എനിക്ക് വേറൊരു ചോദ്യം, വേറെ പേഴ്സണൽ ചോദ്യം. അതായത് നമ്മുടെ ഞായറാഴ്ച നടക്കുന്ന 8 മണിക്ക് നടക്കുന്ന ലൈഫ് ലോങ് ലേണേഴ്സ് ഇല്ലേ, അതിന്റെ മീറ്റിംഗിലേക്ക് 2-3 വർഷത്തേക്ക് കയറാൻ പറ്റുന്നില്ല. എന്താന്ന് ചോദിച്ചാൽ അതിന് ഈ പറയുന്നതായിട്ടുള്ള നമ്പറും ഇല്ല, അതായത് പാസ്പോർട്ടും ഇല്ല. രജിസ്റ്റർ ചെയ്യാൻ പറയുന്നു. രജിസ്റ്റർ ചെയ്ത് എങ്ങനെയാ പോകുന്നത് എനിക്കറിയില്ല. അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമല്ലോ സാർ. ആ ലിങ്കിൽ പോകുമ്പോൾ അത് അവരുടെ വെബ്സൈറ്റിലേക്ക് പോകും. വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക വേണ്ടു. വളരെ സിമ്പിൾ പ്രോസസ് ആണ്. പലപ്പോഴും ഞാൻ രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഇത് വരുന്നില്ല, സ്ക്രീൻ വരുന്നില്ല. അത് സാറ് ഒരു കാര്യം ചെയ്യൂ, മൊബൈൽ ഇൻസ്ട്രുമെന്റ് ഒന്ന് മാറ്റിയിട്ട്, മൊബൈൽ നമ്പർ അല്ല, മൊബൈൽ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് മാറ്റിയിട്ട് ഒന്ന് യൂസ് ചെയ്തു. വേറൊരു ഇതിൽ തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും. അത് ഈ നമ്പർ ഇത് നമ്മള് കയറാനുള്ള നമ്പറും അതുകൊണ്ട് പാസ്പോർട്ടും തമ്മിൽ എളുപ്പമാണ്. അത് അങ്ങനെ കിട്ടത്തില്ലേ? അത് ഇതിന് ശേഷമാണ് കിട്ടുന്നത്. പാസ്പോർട്ട് ഇല്ല ഇപ്പോഴും, ഡയറക്റ്റ് ആണ്. നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ നമ്പർ കൊടുക്കുമ്പോഴേക്കും തന്നെ നേരിട്ട് നമുക്ക് കയറാം. അല്ലാതെ രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. രജിസ്റ്റർ ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. രജിസ്റ്റർ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് കയറിക്കോളൂ. അങ്ങനെ പല രീതിയിൽ സൂം ഉപയോഗിക്കാം. പിന്നീട് ഇപ്പൊ നോക്കിയിട്ട് പറ്റുന്നില്ല. സാറേ, ഇപ്പൊ ഈ നമ്മൾ ഉപയോഗിക്കുന്ന സൂമില് ആർക്ക് വേണമെങ്കിലും കയറാം. എനിക്ക് പോലും അറിയത്തില്ല ആരാ വന്ന് കയറുന്നത്. പക്ഷെ രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ നമ്മൾ പറയുന്നവർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ആർക്കെങ്കിലും മില്ലറ്റുകളാണ് എന്തെങ്കിലും സംശയങ്ങളോ? ജോർജ് സാറിന് സംസാരിച്ചോ? ജോർജ് സാറിനെ കാണുന്നില്ലെന്ന്. സരസ്വതി മാം, എലിയമ്മ മാം, രത്ന മാം പറഞ്ഞു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ ചോദിക്കാം? നിങ്ങളുടെ അനുഭവങ്ങളാണ് മില്ലറ്റ് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനപ്പെട്ടു എന്നാണ് നമ്മൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ ദിവസം നമുക്ക് ഹൗ ടു മാനേജ് അവർ നെഗറ്റിവിറ്റി ആ ഒരു വിഷയമാണ്. അപ്പൊ നാളെ നമുക്ക് കേൾക്കാം. സുനിൽ സാർ, വളരെ കാലം കൂടി എത്തിയതിന് നന്ദി. വീണ്ടും നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. യെസ്, ബൈ, സീ യു.